നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമ്മുടെ പുതിയ മാക്സ് സ്കീൻ എടുത്തു. ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള പ്ലെയിനോ ട്രോപ്പിക്കലോ അല്ലെങ്കിൽ ഫോറസ്റ്റ് അഥവാ മൗണ്ടൻ റേഞ്ച് തുടങ്ങിയ ടെംപ്ലേറ്റുകളാണ് നമ്മൾ ഇതിനകത്ത് കാണാറുള്ളത്. നമുക്ക് ഇപ്പോൾ എക്സാമ്പിൾ പ്ലെയിൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് പ്ലെയിൻ ക്യാൻവാസ് നമുക്ക് ലോഡ് ചെയ്യും. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചു. നമുക്ക് മൂവ് ചെയ്യാൻ ബാക്ക്, ലെഫ്റ്റ്, ടോപ്പ്, അപ്പ്, ഡൗൺ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. നമുക്ക് റൈറ്റ് മൗസ് ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് നാവിഗേറ്റ് ചെയ്യാം. ഇതിൽ കൂടാതെ നമ്മൾ പഠിച്ച കേസുകളായിരുന്നു ലാൻഡ്സ്കേപ്പിംഗ്. നമുക്ക് ഹൈറ്റ്, ഗ്രാസ് കാര്യങ്ങളൊക്കെ പഠിച്ചു. വെതറിൻ്റെ കണ്ടീഷൻ, സൺ ബ്രൗണ്ടേഴ്സ് അതിനൊക്കെ സെറ്റ് ചെയ്തു. ലാൻഡ്സ്കേപ്പിൽ തന്നെ നമുക്ക് ഓഷ്യൻ അതുപോലെ വാട്ടർ ഇതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളും അതിൻ്റെ ഹൈറ്റ് കാര്യങ്ങൾ, ജിറ്ററിങ്, അതിൻ്റെ റൈസിങ് ഒക്കെ പഠിച്ചു. നമുക്കിവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ വിട്ടുപോയൊരു ടോപ്പിക്കാണ് നമുക്ക് ഹൈറ്റ് കൂട്ടിയതിന് ശേഷം എത്ര വേണം നമുക്ക് കൂട്ടാം. അതിൻ്റെ പവറിനനുസരിച്ച് വളരെ പെട്ടെന്നായിരിക്കും നമുക്ക് ലാൻഡ്സ്കേപ്പിംഗ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുക. ഇതിനൊറ്റയടിക്ക് നമുക്ക് ഫ്ലാറ്റിനാക്കി മാറ്റാനായിട്ട് നമുക്കിവിടെ ഫ്ലാറ്റ് ആൻഡ് ലാൻഡ്സ്കേപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നമുക്ക് റിവേഴ്സ് ചെയ്യാം. ഇതിന് ശേഷം അതാണ് ഞാൻ അതിനകത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ വിട്ടുപോയൊരു ടോപ്പിക്ക്. പിന്നെ പറഞ്ഞത് നമുക്ക് ഇതിനകത്ത് നേച്ചറായിട്ടുള്ള ലാൻഡ്സ്കേപ്പിംഗ് നമുക്ക് കൊടുക്കാൻ പറ്റും. പ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് പ്ലേസ് ചെയ്ത് അതിനകത്ത് തന്നെ 3-4 ടൈപ്പ് ഓഫ് പ്ലേസ്മെന്റ്സ് ഉണ്ട്. ഇവിടെ സിംഗിളായിട്ട് കൊടുക്കാം, മാസ് കൊടുക്കാം, ക്ലസ്റ്റർ കൊടുക്കാം, പെയിന്റ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ട്രീസ് എല്ലാം ഞാൻ ചെക്ക് ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞിരുന്നു. അത് ഓരോന്ന് നമുക്ക് വരച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇതിനകത്ത് കൺഫേഴ്സ് ഉണ്ട്, അതുപോലെ പാം ട്രീസ് ഉണ്ട്. നമുക്ക് കോക്കനട്ട് ട്രീസ് ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാൻ സാധിക്കും. പല ടൈപ്പിലുള്ള ഇതാണ് കോക്കനട്ട് ട്രീ എന്ന് പറയുന്നത്. നോക്കിയാൽ കോക്കനട്ട് ട്രീസിൻ്റെ ഒരു സംഭവം കിട്ടും. ഇത് സിംഗിളിന് പകരം മാസ് പ്ലേസ്മെൻ്റ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാസ് പ്ലേസ്മെൻറ്റ് കിട്ടും. അതിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കാം. റൊട്ടേഷൻ കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞിരുന്നു. ഇതിൻ്റെ കൂടെ വേറൊന്നും കൂടി വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇവിടെ ആഡ് ആയി കിട്ടും. അതുപോലെ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇതുപോലെ എത്ര വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് യൂസ് ചെയ്യാം. അതിൻ്റെ ഡയറക്ഷൻസ്, നമ്പർ കൂട്ടി കൊടുക്കാം. അതിൻ്റെ എല്ലാ സൈസ് കാര്യങ്ങൾ എല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനകത്ത് ഒരു ഏരിയയിലേക്ക് സ്പ്രെഡ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ നമുക്ക് ഉണ്ടാവും. നമുക്ക് ലെങ്ത് അനുസരിച്ച് വിഡ്ത്ത് പാത്ത് കൂടാതെയും നമുക്ക് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാൻ ഓപ്ഷൻ അതിനകത്ത്. നമുക്കിത് വേണ്ട, ക്യാൻസൽ ചെയ്യാം. നമുക്ക് പിന്നെ വരുന്നതാണ് ക്ലസ്റ്റർ. നമുക്കൊരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് കൂടുതൽ ഗ്രൂപ്പ് പോലെ നമുക്ക് ഏരിയ ബാക്ക് സൈഡൊക്കെ ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലസ്റ്റർ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ ക്ലസ്റ്റർ പോയിന്റിങ് നമുക്ക് സെലക്ട് ചെയ്ത് ക്ലസ്റ്റർ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ട്രീസ് തുടങ്ങി ട്രീസ് ആയിട്ടും ക്ലസ്റ്റർ ആയിട്ട് ഇങ്ങനെ വേണം തെങ്ങോ പോലെയൊക്കെ കൊടുക്കാൻ സാധിക്കും. ഇതുപോലെ മാസ് പ്ലേസ്മെന്റ് നമുക്ക് ഈസിയാണ്. പിന്നെ വരുന്ന പെയിന്റ്, നമുക്ക് എവിടെയൊക്കെ എന്തോരം ഭാഗത്ത് വേണം എന്നുള്ളത് നമ്മൾ പെയിന്റ് അടിച്ച് നമുക്ക് ഡ്രാഗ് ചെയ്ത് കൊടുക്കാം. കേട്ടോ, ഇതൊക്കെ ഇറേസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇറേസ് ചെയ്യാമെന്നുള്ളൂ. അതിനായിട്ട് നമുക്ക് ആദ്യം കൺഫേം ചെയ്യാം. ഞാൻ പറഞ്ഞു ഇതിനകത്ത് സെലക്ഷൻ ടൂൾ എടുക്കാം, പ്ലേസ്മെന്റിൽ സിംഗിളായി കൊടുത്തേക്കാം. ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്തതിനു ശേഷം കൺട്രോൾ പ്രസ് ചെയ്ത് മൊത്തം സെലക്ട് ചെയ്യാം. അത് ഡിലീറ്റ് ബട്ടൺ അടിക്കുക. ഒരു ഡിലീറ്റ് ബട്ടണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനോ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഒറ്റയടിക്ക് ഇറേസ് ചെയ്ത് കളയാവുന്നതാണ്. നേച്ചറിലാണ് നമുക്ക് ഇതുപോലെ സിംഗിളും പ്ലേസ്മെന്റും കാര്യങ്ങൾ വരുന്നത്. ഇതിനകത്ത് ഞാൻ പറഞ്ഞു റോക്ക് സർഫേസ്, അതുപോലെ ഫോറസ്റ്റ് വുഡ്സ്, ലീഫുകൾ തുടങ്ങിയ എല്ലാ സാധനങ്ങളും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് കൂടാതെ അഡീഷണൽ വരുന്നതാണ് ഞാൻ പറഞ്ഞ ഫൈൻ ഡീറ്റെയിൽഡ്. കുറച്ചും കൂടി നിയറസ്റ്റ് ക്യാമറയുടെ ഭാഗത്ത് വരുന്ന ഭാഗങ്ങളിലൊക്കെ ഒറിജിനാലിറ്റി കൂടുതലുള്ള ഇതുപോലെ ട്രീസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിനകത്ത് അധികം കളക്ഷൻ ഇല്ല, എന്നാലും നമുക്ക് അതിനകത്ത് ആവശ്യമുള്ള രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ പ്ലാൻസും അതുപോലെ കുറച്ച് റിയലിസ്റ്റിക് ആയിട്ട് വരുന്നുണ്ട്, അത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. പിന്നെ വരുന്നതാണ് ക്യാരക്ടേഴ്സ്. നമുക്ക് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ പടങ്ങൾ, അതുപോലെ ലേഡീസ്, അതുപോലെ കിഡ്സ്, അതിനകത്ത് തന്നെ ജെൻസ് ആൻഡ് ലേഡീസ്, അതുപോലെ പെറ്റ്സുകൾ, ബേർഡുകൾ, അതുപോലെ പല സാധനങ്ങളും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. വളരെ എളുപ്പമാണ് ഇത്. അതിനകത്ത് ഫിഷ് നമുക്ക് സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ അതിനകത്ത് നമുക്ക് ഉപയോഗിക്കാം. അക്വേറിയം യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് നമുക്ക് ആഡ് ചെയ്തിടാം. അക്വേറിയം മീൻസ് ഇന്റീരിയർ വീടിന്റെ മുകളിൽ വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ 2 ഡയമെൻഷൻ ആയിട്ടുള്ള ഡ്രോയിങ്സ് ആണ് നമുക്ക് യൂസ് ചെയ്യാറില്ല. ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ, നോട്ട് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻറ്റ്. കാരണം നമുക്ക് ഇന്റീരിയർ എക്സ്റ്റീരിയർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ക്യാരക്ടേഴ്സിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. കാരണം അത് കൊടുത്താൽ നമുക്ക് അതിന്റെ വീടിന്റെ ഇമ്പോർട്ടൻസ് പോകും. അങ്ങനെ വരുമ്പോൾ ജസ്റ്റ് ടെമ്പററി ആയിട്ട് കൊടുക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. നമുക്കത് യൂട്ടിലൈസേഷൻ വളരെ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. പിന്നെ ഇതുപോലെ മോഡലുകൾ നമുക്ക് ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അത് ജനറേറ്റ് ആവും. സൂം ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ജനറേറ്റ് ആവും. ഒറിജിനാലിറ്റി ഉണ്ട്, ബട്ട് നോട്ട് ദാറ്റ് മച്ച് ഹൈ, ബട്ട് യൂസ് ചെയ്യാം. ലാൻഡ്സ്കേപ്പിലൊക്കെ പോലെ ഹോഴ്സ്, പശുവിനൊക്കെ നമുക്ക് വേണമെങ്കിൽ ഫീൽഡൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ, കാറ്റൽ ഫീൽഡ് ഒക്കെ ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും ഓട്ടോമാറ്റിക്. സോ അതുപോലെ മോഡലുകൾ, അതുപോലെ ബേർഡ്സ് ആണെങ്കിൽ പറക്കുന്നതാണെങ്കിൽ നമ്മൾ എവിടെയാണോ പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഭാഗത്തിന് ഒരു പോയിന്റ് ബേസ് ചെയ്ത് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റിയായിരിക്കും പുള്ളി കറങ്ങുന്നത്.
ബേർഡ് പറഞ്ഞതാണ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പരിസരത്ത് ചുറ്റിക്കറങ്ങിയായിരിക്കും അത് ചെയ്യുന്നത്. ഇനി അതിൻ്റെ ഹൈറ്റ് കാര്യങ്ങൾ ക്ലിക്ക് ചെയ്യണമെങ്കിൽ കണ്ടോ അതിനകത്ത് പോയിന്റ് ഉണ്ട്. ഈ പോയിന്റ് വെച്ചിട്ടായിരിക്കും കണ്ടോ മൂവ് അപ്പ്. നമുക്ക് എത്രത്തോളം ഹൈറ്റിൽ ഈ ബേർഡ് സോറി നമ്മുടെ ഈ ബേർഡ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഡിലീറ്റ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. ഇതാണ് ബേർഡ്സിന്റെ സംഭവം വന്നിരിക്കുന്നത്. സെലക്ട് ചെയ്യാം. കാണാം ബേർഡ്സിന്റെ ഹൈറ്റ് നമുക്ക് കാണാം. ഹൈറ്റ് അപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ? ബേർഡ്സ് ഇവിടെ മുകളിൽ കാണാൻ സാധിക്കും. ഹൈറ്റ് കൂടി പറക്കുന്നതാണ്. ഇതിന്റെ ഹൈറ്റ്സ് നമുക്ക് വേണമെങ്കിൽ അടുത്ത ബേർഡ്സിന്റെ ഹൈറ്റ് കൂട്ടാം. സോ നമുക്കൊരു ട്രീസിന്റെ ഒക്കെ എറൗണ്ട്സ് അതിന് ടോപ്പ് പോർഷനിൽ നമുക്ക് കടന്ന് സർക്കുലേറ്റ് ചെയ്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ 3 ബേർഡ്സ് ആണ് അതിനകത്ത് വരുന്നത്. കൺട്രോൾ ബസ് ഇത് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുന്നു, ഡിലീറ്റ് ചെയ്യുന്നു, ഡിലീറ്റ്. അത് 3 പോയി. ഇതുപോലെ നമുക്ക് ബേർഡ്സ് താഴെ വരുന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ സ്വിമ്മിംഗ് പൂളിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ കൊടുക്കാം. പ്ലാന്റ്സ്, ബേർഡ്സ് തുടങ്ങി ഏത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. ക്യാറ്റ്സ് ഒക്കെ ഡൗൺ വേർഡ് ആയിരിക്കും, താഴെ പ്ലേസ്ഡ് ആയിരിക്കും, നമുക്ക് യൂസ് ചെയ്യാം. ഇതുപോലെ ക്യാരക്ടേഴ്സിനെ നമുക്ക് ഹൈ ഒറിജിനാലിറ്റി അല്ല നമുക്ക് എങ്കിലും ഒരു എന്താ റിയലിസ്റ്റിക് എന്ന് പറയാൻ പറ്റത്തില്ല, ബട്ട് വി കൻ യൂസ് ദാറ്റ്. ഡയറക്ഷൻ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വീടിൻ്റെ പരിസരത്തൊക്കെ പാർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ക്യാരക്ടേഴ്സ്. അതാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ വരുന്ന ഇൻഡോഴ്സും ഔട്ട്ഡോഴ്സും. അതായത് ഉള്ളിൽ വരുന്ന മോഡലുകൾക്ക് ഇത് യൂസ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അതൊക്കെ എല്ലാ തരത്തിലുള്ള ലൈബ്രറികളുണ്ട്. ഇപ്പോൾ കണ്ട ഫ്രിഡ്ജ് ഐറ്റംസ്, കിച്ചൺ ഐറ്റംസ്, ലാമ്പുകൾ, ലൈറ്റുകൾ, പ്ലംബിംഗ് മെറ്റീരിയൽസ്, ഔട്ട്ഡോർസ് ഉണ്ടാവും, ഫോസെറ്റ് തുടങ്ങി അതുപോലെ ഓരോരോ ഐറ്റംസ്, ബാത്റൂം പിന്നെ യൂറിനൽസ്, എല്ലാ സാധനങ്ങളും നമുക്ക് അവിടെ കാണാൻ പറ്റും. സ്റ്റോറേജ് യൂണിറ്റ്, അസോർട്ടഡ് ഐറ്റംസ്, അതിങ്ങനെ ബെഡൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് മോഡൽ വോൾ മാത്രം വരച്ചാൽ മതി. അത് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കൊടുക്കാം. ടെന്നീസ് കോർട്ടൊക്കെ ഉണ്ട്, ബാഡ്മിൻ്റൺ കോർട്ടുണ്ട്. പിന്നെ യൂട്ടിലിറ്റീസ് വരുന്ന കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറേ മെഷീനറീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കുറച്ച് അഡ്വാൻസ് സ്റ്റേജിൽ ഉപയോഗിക്കും. അല്ല കൊഫറ്റീരിയ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ വരാം. പെപ്സി മെഷീനൊക്കെ വരുന്നത് അവിടെയാണ്. സോ നമുക്ക് ഈസിയാണ്, ഒന്നും ചെയ്യണ്ട, അവർക്ക് പ്ലേസ് ചെയ്താൽ മതി. സോ മോഡലിന്റെ ബേസ് നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ 3Dയിലോ സ്കെച്ചപ്പിലോ ചെയ്യുമ്പോൾ അതനുസരിച്ച് മൈനോട്ട് ചെയ്ത് യൂസ് ചെയ്താൽ മതി. അതുപോലെ ഔട്ട്ഡോർ യൂണിറ്റ്സ് വരുമ്പോൾ അതിനകത്ത് വരുന്ന ബെഞ്ച്, ഡെസ്ക് കാര്യങ്ങൾ, ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ളത് കുറേ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ആദ്യം ഇത് തുറന്നു നോക്കി ഓരോരോ ലൈബ്രറികളിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ എന്തൊക്കെയാണ്. റെഡിമെയ്ഡ് വീടുകളൊക്കെ ഉണ്ട്, നോട്ട് ദാറ്റ് മച്ച് ഹൈ ബട്ട് വി കൻ യൂസ് ഫോർ ദ എന്താണ് ഒരു ടൗൺഷിപ്പ്, ഫാക്ടറി, ബിൽഡിങ്ങുകൾ, വീടൊക്കെ ഉണ്ട് ഓൾറെഡി. ആണ് റെഡിമെയ്ഡ് വീടുണ്ട്. നമുക്ക് റെഡിമെയ്ഡ് വീട് വേണമെങ്കിൽ നമുക്ക് ഇത് സെലക്ട് ചെയ്യാം, ജസ്റ്റ് പ്ലേസ് ചെയ്യാം. സോ നമുക്ക് ടെമ്പററി പർപ്പസ് നമുക്ക് വീട് ഉണ്ടാക്കി എടുക്കണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ടെമ്പററി ആയിട്ട് ഇവിടെ പ്ലേസ് ചെയ്താൽ മതിയെങ്കിൽ വിത്ത് മെറ്റീരിയൽ നമുക്ക് മോഡലും കൂടെ അവൈലബിൾ ആണ്. സോ നമുക്ക് ഒരു ടൗൺഷിപ്പ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാനുള്ള വീടൊക്കെ ഇതിനകത്തുണ്ട് എന്നതിൻ്റെ വിശ്വാസം കൊടുക്കാം. വൺ സെക്കൻഡ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഏത് തരത്തിലുള്ള മോഡലുകൾ നമുക്ക് ഉണ്ടാവും, വീടുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും കാറുകൾ കാര്യങ്ങൾ, ഇപ്പോൾ നമുക്കൊരു കാറ് വേണമെന്നുണ്ടെങ്കിൽ അതിലൊന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവും, കാർ റെഡിയായി. അതുപോലെ ഏത് മോഡൽ വേണമെങ്കിൽ കാണാം. കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാറുകൾ വേണമെങ്കിൽ ഇപ്പോൾ ഇവിടുന്ന് ഒരു കാർ ചെയ്യാനുണ്ടാവും, കാർ റെഡിയാണ്. നമുക്ക് വേറെ ഇതൊന്നും വേണമെന്നില്ല, വിത്ത് മെഷർമെന്റ് ബേസ് ആയിരിക്കും. ഇനി ഹൈറ്റ് കുറച്ച് കൂടുതൽ വേണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്കെയിൽ ബട്ടൺ ഉപയോഗിച്ചിട്ട് നമുക്ക് സ്കെയിൽ ചെയ്തെടുക്കാം. പിന്നെ ആലോചിക്കണം, ഇതിനകത്ത് കുറച്ച് കളേഴ്സ് നമുക്ക് ബ്ലാക്ക് മതി. സോ വി കൻ യൂസ് ദ ബ്ലാക്ക് കളർ. ഡ്രൈവർ കാണാൻ പറ്റുന്നുണ്ട്, കളർ ഓൺ ആക്കാം, ഓഫ് ആക്കാം, കൂടെ ഓഫ് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും. ആ ഡ്രൈവർ നമുക്ക് ഓഫ് ചെയ്യുന്നത് ഓൺ ചെയ്തു. അപ്പോൾ പാർക്കഡ് വീടിന്റെ ഫ്രണ്ടിലാണ് നമുക്ക് ഡ്രൈവർ ആവശ്യമില്ല, റോഡിലാണ് പ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡ്രൈവർ ആവശ്യമുണ്ട്. സോ റിയലിസ്റ്റിക് ആയിട്ട് നമുക്കിത് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ ലൈറ്റ്സ്, നമുക്ക് ലൈറ്റ് ഫ്രണ്ടിൽ ലൈറ്റ് കൊടുക്കണമെങ്കിൽ ലൈറ്റ് പവർ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഫ്രണ്ടിൽ ലൈറ്റ്സിന്റെ പവർ ഓൺ ആയി കൊടുത്ത് നമുക്ക് നൈറ്റ് മോഡൊക്കെ ആണെങ്കിൽ അത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ സണ്ണിന്റെ പവർ കുറച്ച് ഈവനിങ് നൈറ്റ് മോഡിലുള്ള ലൈറ്റ് സെറ്റിംഗ് ആണെങ്കിൽ ഒറിജിനാലിറ്റിയിൽ നമുക്കിത് പ്ലേസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ തന്നെ 2 വേണമെന്നുണ്ടെങ്കിൽ നേരെ ഓൾട്ട് പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ മൂവ് ഫ്രീ അവിടുത്തെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 കാർ വേണമെങ്കിൽ 2 കാർ കൊടുക്കാം. ഇനി ഇതിന്റെ കളർ മാറ്റണമെങ്കിൽ നമുക്ക് കളർ മാറ്റാം, എന്ത് വേണമെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ. വേറെ അടുത്ത് വരുന്നതാണ് ലൈറ്റ്സ്. അത് നമുക്ക് ഇൻഡോർ ലൈറ്റ്സ് വരുമ്പോഴാണ് നമുക്ക് ലൈറ്റ്സിന്റെ പ്ലേസ്മെന്റ് വരുന്നത്. നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് IS ലൈറ്റ്സ്, പക്ഷെ ഇതിന് സോഴ്സ് ഇല്ല, നമുക്ക് ലൈറ്റ് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അതുപോലെ ഓമിനി ലൈറ്റ്സുകൾ, ഏരിയ ലൈറ്റുകൾ ഇതൊക്കെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. വീടിൻ്റെ ഒക്കെ ഒരു ഭാഗത്ത് നമുക്ക് വെട്ടം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതുകൂടെ നമുക്ക് വെട്ടം കാണാൻ സാധിക്കുന്നുണ്ട്. കാണുന്നുണ്ടോ? യെസ്. നമുക്ക് നമ്മൾ ലൈറ്റ് വരച്ചു കൊടുത്തു, ലൈറ്റ് സെലക്ട് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ലെങ്ത്തും എടുത്ത് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസിയാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. ഇന്റീരിയറിലൊക്കെ നമുക്ക് ലൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ
ലൈറ്റ് നമുക്ക് എവിടെ വേണം എങ്ങനെ വേണം എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കളർ വാം കളർ വേണം, സോ വാം കളർ കൊടുക്കാം. അതിൻ്റെ ലെങ്ത് കൂട്ടി കൊടുക്കണം, അതിൻ്റെ ഏരിയ കൂടുതലായിരിക്കും, പവർ കൂടുതലായിരിക്കും. അത്രയും പവർ ഏരിയ ബ്ലെൻഡ് ചെയ്യേണ്ട എന്നുള്ളതാണ്. ഫോളോ ഓഫ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതാണ് നൈറ്റ് ആണെങ്കിൽ അത് ഓഫാണ്, ഓൺ ചെയ്യാം. അങ്ങനെയുള്ള ഫെസിലിറ്റി കൂടെ ഉണ്ട്. കളർ കൊടുക്കാം. ഇതുപോലെ നമുക്ക് എളുപ്പമാണ്. നമുക്ക് ഇതിൻ്റെ ലൈറ്റ് വേറെ വേണമെങ്കിൽ ഓൾട്ട് പിടിച്ച് ഡ്രാഗ് ചെയ്ത് കോപ്പി എടുക്കുന്ന അതേ പ്രൊസീജിയർ തന്നെയാണ് ഉപയോഗിക്കുക. ലെങ്ത് വിടുത്തോളം അതിനകത്ത് യൂസ് ചെയ്യുന്നത്. ലൈറ്റ് പ്ലേസ് കൊടുത്താൽ പിന്നെ ലൈൻ ലൈറ്റ് ഉണ്ട്. അതായത് നമുക്കിപ്പോൾ എന്താ പറയുക, നമുക്ക് സീലിങ്ങിൽ തന്നെ കൊടുക്കുമല്ലോ, സ്ട്രിപ്പ് ലൈറ്റ്സ് പോലെ കൊടുക്കാനായിട്ടൊക്കെ ഹോൾ സീലിങ്ങിന് കൊടുക്കുമ്പോൾ അങ്ങനെ കൊടുക്കാം. പിന്നെ ഒമിനി ലൈറ്റുകൾ ബൾബ് പോലെ കൊടുക്കാം. IS ലൈറ്റ് നമുക്ക് ഫോട്ടോ ഫ്രെയിമിലോട്ടോ കൈ എഴുതുന്ന ഭാഗത്ത് വാൾ വാഷ് ലൈറ്റ് പോലെയൊക്കെ നമുക്ക് ഇതുപോലത്തെ ലൈറ്റുകൾ നമുക്ക് ലാമ്പുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. അതാണ് നമുക്ക് ബേസിക് ആയിട്ട് ഇതിനകത്ത് വരുന്ന കാര്യം. അടുത്ത നമ്മൾ പഠിക്കുന്ന മെറ്റീരിയൽ. പക്ഷെ മെറ്റീരിയൽ ചെയ്യണം നമുക്ക് ഇതിനകത്തുള്ള മോഡലുകൾക്ക് മെറ്റീരിയൽ കൊടുക്കാൻ നമുക്ക് സാധിക്കില്ല. സോ നമുക്ക് പുതിയൊരു ക്യാൻവാസ് എടുക്കാം. ക്യാൻവാസ് കൊടുക്കുമ്പോൾ അതിനകത്ത് നമുക്കൊരു മോഡൽ നമുക്ക് മാക്സിൽ ചെയ്തിട്ടുണ്ടാവണം. അതിനകത്ത് നമുക്ക് ഇവിടെ അറിയാവുന്ന ഒരു 3D Max ഞാൻ ഓപ്പൺ ആണ്. അതിനകത്ത് ഫയൽ ഓപ്പൺ കൊടുക്കുമ്പോൾ ഇമ്പോർട്ട് ചെയ്യണം. കാരണം ഞാൻ ഓൾറെഡി ഇമ്പോർട്ടായിട്ട് FBX ആയിട്ട് 3D ഫയൽ സെലക്ട് ചെയ്ത് വെച്ചിരിക്കണം. ഓപ്പൺ ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. FBX ഫയൽ നമുക്ക് ഇതിനകത്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനകത്ത് ജസ്റ്റ് ലോഡിംഗ് ആണ്. ലോഡിങ് ചെയ്ത് കഴിയുമ്പോൾ കാണാൻ പറ്റും. വെയിറ്റ്. സാധാരണ മാക്സിലുള്ള ഫയൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് FBX ആയിട്ട് സേവ് ചെയ്യാൻ സാധിക്കും. ഞാൻ FBX ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മോഡലാണ്. അതിനകത്ത് ട്രീസ് കാര്യങ്ങളൊക്കെ വന്നു. കാരണം നമുക്ക് കണ്ടോ, ഇവൺ ചെടിച്ചട്ടി മാത്രമേ ഉള്ളായിരുന്നു. പ്ലാന്റ്സ് ഒന്നും ഞാൻ പ്ലേസ് ചെയ്തിട്ടില്ല, അതൊക്കെ റിമൂവ് ചെയ്ത് വന്നിരിക്കുകയാണ്. അതിനകത്ത് നമുക്ക് ഇതിനകത്ത് മോഡൽ മാക്സ് ചെയ്തതിന് ശേഷം മാക്സ് ഫുൾ മോഡൽ ചെയ്യാം. പിന്നെ മെറ്റീരിയൽ ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമുക്ക് സാധാരണ ഒരു എക്സ്റ്റീരിയർ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണമെങ്കിൽ മാക്സിമം 1.5 days, മാക്സിമം 2 days. അതിലൂടെ നമുക്ക് കറപ്ഷൻ അല്ലാതെ കംപ്ലീറ്റ് എല്ലാ എറർ ഫ്രീ ആയിട്ട് നമുക്ക് മോഡൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത മോഡലിനെ നമുക്ക് മെറ്റീരിയൽ വെച്ച് അസൈൻ ചെയ്തെടുക്കാം. ഏതൊക്കെ എവിടെയൊക്കെ വേണം എന്നുള്ളതിന്റെ മെറ്റീരിയലൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നേരെ അതിന് ഫയലിൽ എക്സ്പോർട്ട് കൊടുക്കാം. എക്സ്പോർട്ടിൽ നമുക്ക് FBX എക്സ്റ്റൻഷൻ എടുത്തിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫയലായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ ചെയ്തൊരു ഫയലാണിത്. അതുകൊണ്ടാണ് ഞാൻ ഇമ്പോർട്ട് കൊടുത്തത്. അല്ലെന്നുണ്ടെങ്കിൽ മാക്സ് ഫയൽ ആയിരുന്നെങ്കിൽ ഓപ്പൺ ആയിരുന്നു കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഫയലിൽ നമുക്ക് ഇതിനകത്ത് ട്രീസ് ഒന്നുമില്ല. ലാൻഡ്സ്കേപ്പിന് ആവശ്യമുള്ള ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലൊരു റോഡിന്റെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. സോ ഇതിനൊക്കെ നമുക്ക് കൃത്യമായിട്ടുള്ള മെറ്റീരിയൽ കൊടുക്കണം. കാറുണ്ട് ഇതിനകത്ത്, ഞാൻ ഇതിനകത്തുള്ള കാർ തന്നെ യൂസ് ചെയ്യുകയാണ്. അല്ല നമുക്ക് ലൂമിയോണിലും കാറുണ്ട്, നമുക്കാണെങ്കിൽ അതും യൂസ് ചെയ്യാവുന്നതാണ്. അത് റെഡി ആയി കഴിഞ്ഞു. നമുക്ക് ആവശ്യമില്ല, നമുക്ക് അതിന്റെ ലൊക്കേഷൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, നമുക്ക് തിരിച്ചിനകത്ത് വരാം. ഇതിനകത്ത് വരുമ്പോൾ ഇതിനകത്ത് എങ്ങനത്തെ ലാൻഡ്സ്കേപ്പിലാണ് അത് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അത് നോക്കുകയാണെങ്കിൽ ഫോറസ്റ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ട്രോപ്പിക്കൽ കൊടുക്കാം. ട്രോപ്പിക്കലാകുമ്പോൾ അധികം ട്രീസ് ഉണ്ടാവില്ല, പക്ഷെ ട്രീസ് നമുക്ക് റീഅറേഞ്ച് ചെയ്തിട്ട് വേണ്ടിയിട്ട് നമുക്ക് മിക്കവാറും ആ സ്പേസ് കാൽക്കുലേറ്റ് ചെയ്യാം. അതൊക്കെ നമുക്ക് ട്രോപ്പിക്കൽ സെലക്ട് ചെയ്യാം. ഞാൻ ട്രോപ്പിക്കൽ സെലക്ട് ചെയ്യുകയാണ്. നമുക്ക് വീട് മാത്രമായിരുന്നെങ്കിൽ നമുക്ക് ഈ റോഡ് അടക്കമുള്ള ഒരു മോഡലിലേക്ക് നമുക്ക് പ്ലേസ് ചെയ്യാമായിരുന്നു. പക്ഷെ ഇതിനകത്ത് റോഡും സംഭവങ്ങളൊക്കെ സെപ്പറേറ്റ് വരച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ട്രോപ്പിക്കൽ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ലോഡായി കഴിഞ്ഞു. ക്യൂ ഉപയോഗിച്ച് ഹൈറ്റ് നമുക്ക് പ്ലേസ് ചെയ്ത് നോക്കാം. എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത്, സ്പേസ് ഉണ്ടോ, എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ഇതിന്റെ ലാൻഡ്സ്കേപ്പ് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇത്രയും ഭാഗമുണ്ട്, നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാവുന്നതാണ്. ഈ സൈഡ് നമുക്ക് ബാക്ക് വരുന്ന രീതിയിൽ പ്ലേസ് ചെയ്യാവുന്ന നല്ലതായിരിക്കും. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു ആരോ ബട്ടൺ കാണിച്ചിട്ട് സോ ഈ സ്പേസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ നോക്കാം. സ്പേസ് പോരാന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇവിടെ ട്രീസ് ഒക്കെ പോകാനുണ്ട്. ഓൾറെഡി നമുക്ക് ട്രീസ് സെലക്ട് ആണ്. ഏത് ഫ്രീ ആണെന്നുള്ളത് നോക്കിയിട്ട് ഫ്രീ ഉണ്ടോ നമുക്ക് നീക്കണെയാണ്, നമുക്ക് നീക്കി വെച്ച് പ്ലേസ് ചെയ്യാം. ഇനി പോരാ നമുക്ക് ബാക്ക് ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നീക്കി വെച്ചതിന് ശേഷം നമുക്ക് മൂവ് ചെയ്ത് പ്ലേസ് ചെയ്യാം. അപ്പോൾ ബാക്ക് സൈഡൊക്കെ ഒന്ന് ഫില്ല് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓൾട്ട് പിടിച്ചൊരു കോപ്പി എടുത്ത് ഒരു എക്സ്ട്രാ എടുക്കാം. ബാക്ക് സൈഡൊക്കെ ഒന്ന് ഓവർ ഫില്ല് ചെയ്തെടുക്കാം ആവശ്യമുള്ള ഭാഗം. ഓക്കെ, തോന്നുന്നു ഐ തിങ്ക് അതേ രീതിയിലുള്ള പ്ലേസ് ആണ്. ഓക്കെ, അണ്ടർസ്റ്റുഡ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനകത്ത് അത് പ്ലേസ് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് നമുക്ക് ഇവിടെ ഇമ്പോർട്ട് മോഡൽസ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അത് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഇമ്പോർട്ട് കൊടുക്കുമ്പോൾ അതിനകത്ത് D ഡ്രൈവിൽ ഞാൻ ഓൾറെഡി എക്സ്റ്റീരിയർ ഫയൽ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓപ്പൺ ചെയ്യാം. ഇത് ലോഡ് ചെയ്യാനായിട്ട് ഇങ്ങനെ രണ്ട് ചോദ്യം ചോദിക്കും.
ഇതിനകത്ത് നമുക്ക് മോഡലിന്റെ പേര്, അത് ഏത് കാറ്റഗറിയിലാണ് വരുന്നത്, അനിമേഷൻസ് എന്തെങ്കിലും ഇതിനകത്ത് ആഡ് ചെയ്യണോ, അല്ലെങ്കിൽ അതുപോലെ എഡ്ജ് ലൈൻസ്. നമുക്കറിയാം 3D Maxൽ 2D ഷേപ്പിലെ സ്പ്ലൈൻസ് എന്ന് പറഞ്ഞ കാറ്റഗറി ഉണ്ട്, ലൈൻ. നമുക്ക് ചില സമയത്ത് നമുക്ക് ലൈൻ റെൻഡറിങ് ഓണാക്കി നമ്മൾ മോഡലിന് ഉപയോഗിക്കാറുണ്ട്. ചില ചെയറുകളുടെ ലെഗിനോ അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള മോഡലുകളിലോ ലൈൻ നമുക്ക് യൂസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ റെയിലിംഗ് ആയിട്ട് നമുക്ക് ഹാൻഡ് റെയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിന് മുകൾ ഭാഗം നമുക്ക് റേഡിയലായിട്ട് കിട്ടാനായിട്ട് സിലിണ്ടറിന് പകരം ലൈൻ മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്. സോ അതിനകത്ത് നമുക്ക് അതുപോലെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് പോളി ആക്കിയാൽ മാത്രമേ നമുക്ക് ലൂമിനുള്ള ഓപ്പൺസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതിനു വേണ്ടിയാണ് നമുക്ക് ഇതിനകത്ത് ചെയ്തിരിക്കണം, എന്നാലും നമുക്ക് ഇതിനകത്ത് കറക്റ്റായിട്ട് കിടത്തും. ഇത് ഓൺ ചെയ്താൽ നമുക്ക് ലൈനിന്റെ മെത്തേഡ് മാത്രമേ കാണുള്ളൂ, വിസിബിൾ കാണത്തില്ല. അവിടെ ഒരു ലൈൻ ഉണ്ടായിരുന്നുള്ള ഒരു ഐഡിയ കിട്ടും. സോ വേണമെങ്കിൽ ഓൺ ആക്കിയിടാം, ഇല്ല അത് വേണ്ടെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്ത് നമുക്ക് കൊടുക്കാം. അനിമേഷൻസ് നമുക്ക് ഇതിനകത്ത് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ ഉപയോഗിക്കാം, പക്ഷെ അല്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്ത് കളയാം. ഇത് ഓക്കെ കൊടുത്താൽ നമുക്ക് കുറച്ച് ഹോൾഡ് ചെയ്യേണ്ടി വരും. മോഡലിന്റെ ഹെവിനെസ് അതുപോലെ സിസ്റ്റത്തിന്റെ പെർഫോമൻസ് ഇതിനെ ആശ്രയിച്ചായിരിക്കും നമുക്ക് ഈ ഫയൽ ഓപ്പൺ ചെയ്യാനുള്ള ടൈം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. സോഫ്റ്റ്വെയർ കാൽക്കുലേറ്റ് ചെയ്ത് തനിയെ ഓപ്പൺ ആയി വരും, അത് വരെ നമ്മൾ എന്തായാലും വെയിറ്റ് ചെയ്ത് പറ്റും. നമുക്ക് മോഡൽ ഓപ്പൺ ആയി കഴിഞ്ഞു. ഇച്ചിരി ലോഡ് കൂടുതലാണെന്ന് തോന്നുന്നു. ആ ട്രോപ്പിക്കലിൽ നമുക്ക് ആ മോഡൽ ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല, കാരണം സ്പേസ് വളരെ കുറവാണ്. കംപ്ലീറ്റ് ട്രീസ് കവേർഡ് ആയിരുന്ന ഞാൻ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ മൗണ്ടൻ റേഞ്ച്, നമ്മൾ ട്രീസ് ഇല്ല, നമുക്ക് ട്രീസ് എല്ലാം ജനറേറ്റ് ചെയ്യേണ്ടി വരും. ആ ഏരിയയിലേക്ക് നമുക്ക് മൗണ്ടൻ റേഞ്ച് പ്ലേസ് ചെയ്തായിരിക്കും കുറച്ചുകൂടി ഫാർ ബെറ്റർ എന്ന് പറയുന്നത്. സോ നമുക്ക് മൗണ്ടൻ റേഞ്ച് ലോഡ് ചെയ്യാം. ഇതിലോട്ട് നമുക്ക് ഇമ്പോർട്ട് കൊടുക്കുവാണെങ്കിൽ നമുക്ക് അവിടെ മോഡൽ സെലക്ട് ചെയ്തിട്ട് ഇമ്പോർട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് പ്ലേസ് ചെയ്യാൻ ഈസി ആയിരിക്കും. അനിമേഷൻ ഉണ്ട് ഓൾറെഡി. ഓക്കെ കൊടുക്കാം. നമുക്ക് മോഡൽ ഇവിടെ ഇമ്പോർട്ട് ആയിട്ടുണ്ട്, ഞാനത് പ്ലേസ് ചെയ്യുവാണ്. ഓക്കെ, പ്ലേസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനകത്ത് ഇവിടെ മൂവ് ടൂൾ എന്ന് പറഞ്ഞ ടൂൾ എടുക്കാം. ഓക്കെ, ഇത് രണ്ടാമത് ഡ്യൂപ്ലിക്കേറ്റ് വരുന്നതാണ്, അത് വേണ്ട. ജസ്റ്റ് മൂവ് എടുത്ത് കഴിഞ്ഞാൽ അത് ഡീസെലക്ട് ആയി മാറും. ഇനി ചെയ്യേണ്ടത് ഇതിനെങ്ങനെ, അതിന്റെ ഹൈറ്റ് എത്രത്തോളം സെറ്റഡ് ആണ് എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഓൾറെഡി നമുക്ക് മനസ്സിലാവും നമ്മുടെ നോർമൽ ഗ്രൗണ്ടിലേക്ക് അത് കാണുന്നത്, അത് കുറച്ചുകൂടി പൊക്കി വെക്കണം. സോ മൂവ് അപ്പ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ബ്ലൂ കളർ ഒരു ഡോട്ട് ഉണ്ടാവും, ആ ഡോട്ടാണ് നമ്മുടെ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഹൈറ്റ് കൂട്ടി പ്ലേസ് ചെയ്യാം. ഏകദേശം നമുക്ക് കുറച്ചുകൂടി ഹൈറ്റിൽ നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ നമ്മുടെ ഗ്രാസ് ഇവിടെ കിടപ്പുണ്ട്. ഒരു കാര്യം ചെയ്യാം, നമുക്കിനകത്ത് ലാൻഡ്സ്കേപ്പ് എടുക്കുവാണെങ്കിൽ ഇവിടെ ഗ്രാസ് എന്ന് പറഞ്ഞ ലാൻഡ്സ്കേപ്പ് ഗ്രാസ് ഉണ്ട്, അതിന്റെ സൈസ് കുറക്കുവാണെങ്കിൽ അത് ഓഫ് ആയി പോകും. സോ ഇതിനകത്ത് ഇപ്പോൾ ഗ്രൗണ്ട് മാത്രമേ കാണാൻ സാധിക്കൂ. കണ്ടോ, അതിന്റെ ഗ്രാസിന്റെ സെക്ഷൻ ഫുള്ള് ഓഫ് ആയി കളഞ്ഞു, ഗ്രാസിന്റെ ഹൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് പ്ലെയിൻ ആയിട്ട് മാറി. ഇനി നമുക്ക് വീണ്ടും ഒബ്ജക്ട്സിലേക്ക് വന്നിട്ട് അതിന്റെ മൂവ് എടുത്തിട്ട് പതുക്കെ പ്ലേസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എത്രത്തോളം ഹൈറ്റിലോട്ട് വേണം എന്നുള്ളത് പ്ലേസ് ചെയ്ത് പ്ലേസ് ചെയ്യണം. നമുക്ക് അതിന്റെ ഹൈറ്റ് ഇല്ല, എന്നാലും മുകളിലോട്ടൊന്ന് പതുക്കെ ചെക്ക് ചെയ്തേക്കാം, എവിടെയെങ്കിലും ഗ്രാസ് ഭാഗം കാണുന്നുണ്ടോ എന്നുള്ളത്. അല്ലെങ്കിൽ ലിറ്റിൽ ബിറ്റ് ചെറുതായിട്ട് വെച്ചാൽ മതി. ഓക്കെ, സൂം ചെയ്ത് നോക്കാം, ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. ഇനിയാണ് നമുക്ക് മെറ്റീരിയൽ സെക്ഷനിലേക്ക് കിടക്കുന്നത്. അതിനായിട്ട് നമുക്ക് മെറ്റീരിയൽസ് എടുക്കാം. മെറ്റീരിയൽസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് സെലക്ട് ചെയ്യാൻ പറ്റും. കേട്ടോ, ഓരോരോ ഇൻഡിവിജ്വൽ പാർട്ടായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയാണ് നമുക്ക് ഓരോരോ മെറ്റീരിയൽസ് നമുക്ക് അസൈൻ ചെയ്ത് വെക്കാം. അത് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മനസ്സിലാവും സെലക്ട് ആയി. പിന്നെ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് മെറ്റീരിയൽ എടുക്കുന്ന സെറ്റിംഗ്സ് നമുക്ക് ഓപ്പൺ ആയിട്ടുണ്ട്. മെറ്റീരിയൽസ് ഓപ്പൺ ആണ്. ഓക്കെ, ഇതിനകത്ത് മെറ്റീരിയൽ ഇവിടെ മോഡലോഡ് ആയിട്ടുണ്ട്. ഇതാണ് മെറ്റീരിയൽ ലൈബ്രറി. ഇതിനകത്ത് വേരിയസ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. അതിനകത്ത് കുറെ റോക്ക്, സോയിൽ, വാട്ടർ, അങ്ങനെ ജനറൽ ആയിട്ട് വരുന്ന കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഇൻഡോർ മെറ്റീരിയലിൽ ഉപയോഗിക്കുന്ന എല്ലാ തരത്തിലുള്ള മെറ്റീരിയൽ വരുന്നുണ്ട്. ഇതൊരു ഔട്ട്ഡോർ മെറ്റീരിയൽ സോഴ്സ് ആയതുകൊണ്ട് ഔട്ട്ഡോർ സെലക്ട് ചെയ്യാം. ഔട്ട്ഡോറിൽ നമുക്ക് വരുന്നത് പലതരത്തിലുള്ള മെറ്റീരിയൽസ് വരുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് വരുന്നത് അസ്ഫോൾട്ട്. അസ്ഫോൾട്ട് ആണ് നമ്മുടെ എന്താ പറയാ, നമുക്ക് ഇതിന് വരുന്നത് നമ്മുടെ എന്താ പറയുക, ടാറ് അങ്ങനെയുള്ള കൺസെപ്റ്റില് ടാറിന് ടെക്സ്റ്റർ ആയിരിക്കും വരാം.
റോഡിന്റെ ഒക്കെ ടെക്സ്ചർ യൂസ് ചെയ്യണമെങ്കിൽ അതായിരിക്കും ഉപയോഗിക്കും. ഡി എന്ന് പറഞ്ഞ എക്സ്ട്രാ ചെയ്തിരിക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ്. കണ്ടോ, നമുക്ക് റഫ്നെസ് എന്തോരം വേണമെങ്കിലും നമുക്ക് അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിന് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇതിനെ ഡബിൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിന്റെ സെറ്റിംഗ് ബോക്സ് കിട്ടും. അത് കളറൈസേഷൻ ഉണ്ട്. കളർ കൂട്ടി കഴിഞ്ഞാൽ ബ്ലാക്ക് വരും, കാരണം ഇവിടെ നമുക്ക് ബ്ലാക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. സോ അവിടെ ബ്ലൂ കൊടുക്കണമെങ്കിൽ ഇവിടെ ബ്ലൂ ഷെയ്ഡ് കയറി വരും. സോ എത്രത്തോളം ഡാർക്കിലേക്ക് പോകണം എന്നുള്ളത് ഇതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യും. സോ ചെറിയ ബ്ലാക്ക് ഉള്ളത് നല്ലതായിരിക്കും. ഗ്ലോസിനെസ്, സാധാരണ ടാറിന് ഗ്ലോസിനെസ് ഇല്ല എങ്കിലും ചെറിയൊരു ഗ്ലേസിംഗ് ഉള്ളത് നല്ലതായിരിക്കും. റിഫ്ലക്ടിവിറ്റി അത് കാര്യമായിട്ട് ഉണ്ടാവില്ല. സോ റിഫ്ലക്ഷനും വളരെ കുറച്ച് കൊടുത്താണ്. റിലീഫ്, അതിന്റെ ഷാർപ്നെസ്സും ഡെപ്ത് ഒക്കെ എന്തോരം വേണം എന്നുള്ള കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. നമുക്ക് ആ ഡെപ്ത്നെസ് കൊടുത്താണ് റിലീഫ് കൊടുക്കുന്നത്. ഡിസ്പ്ലേസ്മെന്റ്, എത്രത്തോളം ഹൈറ്റിൽ പ്രൊജക്ഷൻ വേണം. നമ്മുടെ മാക്സിലെ ബംപ് മാപ്പ് എന്ന് പറയുന്ന സംഭവത്തിന് അതേ പ്രൊസീജിയറിനാണ് അത് ഹൈറ്റ് കൂട്ടി കൂട്ടി വരും. ഇനി മാപ്പ് ഇത് കുറച്ച് ചെറുതാക്കണം, വലുതാക്കി റഫായിട്ട് ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ മാപ്പ് സ്കെയിലിംഗ് കൊടുക്കണമെങ്കിൽ ഷിഫ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടോ അതിന്റെ സ്കെയിലിംഗ് അഡ്ജസ്റ്റ് ചെയ്ത് എത്രത്തോളം വേണം എന്നുള്ളത് കൊടുക്കാം. അല്ല, നമുക്ക് ഇതിനകത്തൊരു കസ്റ്റമൈസ് ഒരു ടെക്സ്ചർ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ചൂസ് കളർ മാപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പുറത്തു നിന്ന് ഒരു ടെക്സ്ചർ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. ഇതിനകത്ത് ടെക്സ്ചർ നോക്കുവാണെങ്കിൽ ഇതിനകത്ത് ടെക്സ്റ്റേഴ്സ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. തൽക്കാലം ഞാനൊരു ക്രോമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുവാണ്. സ്ക്രീൻ ഷെയർഡ് ആണോ എന്ന് എനിക്കറിയില്ല. ക്രോം കൂടെ ആഡ് ചെയ്തിട്ടേക്കാം. സോ ഷെയർ. ഇനി ഇതിനകത്ത് നമുക്ക് ക്രോമിൽ നമുക്കൊരു റോഡ് ടെക്സ്ചർ എന്ന് പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ ടെക്സ്ചർ കൊടുത്തു. ഓക്കെ, അത് ഇമേജ് എടുക്കുവാണെങ്കിൽ ഇതുപോലത്തെ ഒരു ടെക്സ്ചർ ആണ് എനിക്ക് വേണ്ടതെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. സോ നമുക്ക് പുറത്തുനിന്നും ഒരു ടെക്സ്ചർ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അതിനകത്ത് നമുക്ക് ഡി ഡ്രൈവിൽ ഡയറക്റ്റ് റോഡ് ടെക്സ്ചർ എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്തു. സോ നമുക്ക് ഇതിനകത്ത് ഇത് ക്ലോസ് ചെയ്യുകയാണ്. ഇതിനകത്ത് റോഡ് ടെക്സ്ചർ കിട്ടി, ഓപ്പൺ ചെയ്യാം. സോ നമുക്ക് ആ ടെക്സ്ചർ ആയിരിക്കും ഇവിടെ ഡയറക്റ്റ് ആയിട്ട് വരാം. സോ ഇതിന്റെ സ്കെയിലിംഗ് ഇച്ചിരി പ്രശ്നമാണ്. സോ സ്കെയിലിംഗ് അല്പം നമുക്ക് എത്രത്തോളം വേണം, സിംഗിൾ സ്കെയിലിംഗ് മതിയെങ്കിൽ ഷിഫ്റ്റ് അടിച്ച് സ്കെയിൽ ചെയ്യാൻ നമ്മുടെ സിംഗിൾ റോഡ് വരുന്ന രീതിയിൽ നമുക്ക് ഒരു റോഡ് വരുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. സോ സ്കെയിൽ സിംഗിൾ റോഡിന്റെ രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാം. ഇതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നുന്നു. സോ രണ്ട് സൈഡിൽ ചെറുതായിട്ട് കാണാവുന്ന രീതിയിൽ സെറ്റിംഗ്സ് ചെയ്യും. ഇതിനകത്ത് റിഫ്ലക്ടിവിറ്റി കൂടുതലാണ്. സോ റിഫ്ലക്ടിവിറ്റി ഓഫ് ചെയ്തേക്കാം. റിലീഫ് കൂടുതൽ വേണം. സോ ഏകദേശം നമുക്ക് ഇത് കിട്ടി. ഇതേ റഫ്നെസ് തന്നെ നമുക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് മാപ്പായിട്ട് ഇതേ ടെക്സ്ചർ തന്നെ യൂസ് ചെയ്യുവാണെങ്കിൽ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് കിട്ടി. സോ ഡിസ്പ്ലേസ്മെന്റ് അധികം വേണ്ട, ചെറിയ രീതിയിൽ റഫ്നെസ് ആണെങ്കിൽ നമുക്ക് കൊടുക്കുന്നുണ്ട്. റഫ്നെസ് ശ്രദ്ധിച്ച് മനസ്സിലായോ കേട്ടോ, അതിന്റെ റഫ്നെസ് പൊന്തി വരുന്നുണ്ട്. സോ ചെറിയ രീതിയിൽ റഫ്നെസ് കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ഗ്രേറ്റ്. ഓക്കെ, ഓഫ് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് ഇവിടെ കിട്ടി. ഓക്കെ, ഇറ്റ് ലുക്ക് ഗുഡ്, നീറ്റ്, ദാറ്റ്സ് ഗുഡ്. ഇനി നമ്മൾ ചെയ്യുന്നതാണ് ഇവിടെ ഇത് ടെക്സ്ചർ ഉണ്ട്. ടെക്സ്ചർ ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് എന്താ പറയാ, നമുക്ക് റോഡിലേക്ക് എൻട്രി ചെയ്യുന്ന രീതിയിലുള്ള ഒരു പോർഷനാണ്. നമുക്ക് അവിടെ നോക്കുവാണെങ്കിൽ ഒരു ഇൻഡോറിൽ അല്ലെങ്കിൽ ഔട്ട്ഡോറിൽ ഇവിടെ കോൺക്രീറ്റ് അഥവാ ഗ്ലാസ് വേണ്ട, ഇൻഡോർ അത് ടൈൽസ് ഉണ്ട്. ടൈൽസിൽ ഏതെങ്കിലും യൂസ് ചെയ്യുവാണെങ്കിൽ അതിനകത്ത് ടൈൽ വന്നു ഇത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സൂം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇതുപോലത്തെ ടൈലാകുന്നത്. അതിനകത്ത് ഇവിടെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി അതായിട്ടുള്ളത്. സോ നമുക്ക് ഏറ്റവും മാച്ചിങ് ആയിട്ട് തോന്നുന്ന ഒരെണ്ണം കൊടുക്കാം. ഓക്കെ, രണ്ട് കൊടുക്കുകയാണെങ്കിൽ അത് വേറെ ഡാർക്ക് ടെക്സ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്. അത് ഏതാണെന്ന് വെച്ചാൽ അധികം ഗ്ലേസിംഗ് ഉള്ളത് കൊടുക്കാതിരിക്കുക. അധികം ഗ്ലേസിംഗ് ഉള്ളത് വേണ്ട. അത് റിഫ്ലക്ഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റും, ഐ അണ്ടർസ്റ്റാൻഡ്. സെലക്ട് ചെയ്യാം. മാർബിൾ ഗ്രാനൈറ്റ് പോലത്തെ സംഭവമൊന്നും വേണ്ട. ഓക്കെ, ഇത് കുറച്ചും കൂടി കൊള്ളാമെന്ന് തോന്നി. ഡബിൾ ക്ലിക്ക് ചെയ്യാം. അത് കളറൈസേഷൻ കൂടുതലും ബ്ലാക്കിലേക്ക് പോകണമെങ്കിൽ കളറൈസേഷൻ കുറച്ച് ബ്ലാക്കിലേക്ക് ഇട്ടു. ഗ്ലോസ്നെസ് അധികം വേണ്ട, റിഫ്ലക്ടിവിറ്റി അധികം വേണ്ട, ഗ്ലോസ്നെസ് ചെറുതായിട്ട് ഇടന്നോട്ടെ. റിലീഫ് കുറച്ച് കൂട്ടി കൊടുത്തു. മാക്സ് സ്കെയിൽ നമുക്ക് എത്രത്തോളം വേണ്ട കുറച്ച് വലുതായി കൊടുക്കുകയാണെങ്കിൽ ഗുഡ് ആണ്. ഇതിനകത്ത് കുറച്ചും കൂടി ചെറുതാക്കാൻ തോന്നുന്നു. ഓക്കെ, റിഫ്ലക്ടിവിറ്റി കാണുന്നുണ്ട്. അപ്പം ഫ്ലോറിൽ റിഫ്ലക്ഷൻ, ഇതിന്റെ റിഫ്ലക്ഷൻ കിട്ടും. പക്ഷെ ആക്ച്വലി റിഫ്ലക്ഷൻ അധികം വരത്തില്ല. സോ ഗ്ലോസ്നെസ് ഓഫ് ചെയ്തിട്ട് ചെറിയ റിഫ്ലക്ഷൻ ആഡ് ചെയ്ത് അല്ലെങ്കിൽ ഓഫ് ചെയ്തേ ഉണ്ടാവും. ഡാർക്ക് കിട്ടും. നല്ലത്.
ഇനി ചെയ്യേണ്ട ഇവിടെ നമുക്ക് താഴെ കൊടുത്ത ഷോ എക്സ്റ്റെൻഡ് സെറ്റിംഗ്സ്, അതായത് കുറച്ചും കൂടി അഡ്ജസ്റ്റ് സെറ്റിംഗ്സ് ഉണ്ട്. എക്സ് കൊടുത്ത് കഴിഞ്ഞാൽ നോക്കി എക്സിലോട്ട് റൊട്ടേറ്റ് ചെയ്യാം, വൈയിൽ മൂവ് ചെയ്യാം, അങ്ങനെ മൂവ്മെന്റ് ആണ് അതിനകത്ത്. ട്രാൻസ്ലേഷൻ ആണ്, പൊസിഷൻ കൊടുക്കാം, റൊട്ടേഷൻ കൊടുക്കാം, ഇത് വേണമെങ്കിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനുണ്ട്. ഇങ്ങനത്തെ ഒരു ഷെയ്ഡിങ് ആണ് വേണ്ടെങ്കിൽ കേട്ടോ ഇങ്ങനെയും കൊടുക്കാം. സോ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമുക്ക് ഒരു റൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്, കൊള്ളാം. പിന്നെ സ്കെയിലിംഗ് കുറച്ചും കൂടി ചെറുതാക്കുവാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും തോന്നുന്നു. ഓക്കെ, അത് വരുന്നതാണ് ട്രാൻസ്പെറൻസി, സുതാര്യമായി പോകണമെങ്കിൽ സെറ്റിംഗ്സ് കൊടുക്കുകയാണെങ്കിൽ എമേഴ്സീവ്, നമുക്ക് ലൈറ്റ് സോഴ്സ് പോലെ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. പക്ഷെ അത് ആവശ്യമില്ല. വിതറിങ് കുറച്ച് പഴകിയ എഫക്റ്റ്, ഓൾഡ് ടെൻഡറിലേക്ക് പോകണമെങ്കിൽ വിതറിങ് കൊടുക്കാണ്ട, ഒരു പഴയ ഫീൽഡിലേക്ക് പോകണമെങ്കിൽ ചെറുതായിട്ട് പഴയ ഫീൽഡിലേക്ക് ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നന്നായിട്ട് കിട്ടും. അതിനകത്ത് തന്നെ വുഡിന്റെ സ്റ്റേയിങ് ഉണ്ട്, അതുപോലെ ഉണ്ട് ഓരോരോ സിൽവർ, ഓരോരോ അലൂമിനിയം, ഗോൾഡ്, അയൺ, ഓരോ ഇതിനനുസരിച്ച് മെറ്റീരിയലിനനുസരിച്ചായിരിക്കും വിതറിങ് ചേഞ്ച് ആകും. സോ എത്രത്തോളം വിതറിങ് വേണം നമുക്ക് ഡിസൈഡ് ചെയ്യാം. ഒരു പഴകിയ ഒരു ഫീൽഡിലേക്ക് നമുക്ക് ചെയ്ത് കിട്ടും. സോ നമുക്ക് എത്രത്തോളം ഡിസൈഡ് ചെയ്യാം. 10 വർഷം ആയതുകൊണ്ട് നമുക്ക് വിതറിങ് കുറച്ച് കൊടുത്താലും കുഴപ്പമില്ല, നല്ലതായിരിക്കും. ഇനി ഈ സാധനം ഇത് നമ്മുടെ കാറാണ്. കാറിന് ഡബിൾ ക്ലിക്ക് ചെയ്യാം. കാറിന്റെ ബോഡിക്ക് നമുക്ക് കൊടുക്കാവുന്നത് സ്റ്റാൻഡേർഡിൽ നമുക്കിവിടെ കളറൈസേഷൻ എനിക്ക് ബ്ലാക്ക് ആണ് ഇഷ്ടം. സോ ബ്ലാക്ക് കൊടുക്കാം. ഭയങ്കര റിഫ്ലക്ടിവിറ്റി ഉണ്ട്, അത് കുറച്ചുകൂടെ ചെറിയ റിഫ്ലക്ഷൻ കൊടുക്കാം. ക്ലോസ്നെസ് ചെറുതായിട്ട് റിലീവ് അധികം വേണമെന്നില്ല. ഓക്കെ, ഇനി വരുന്നത്, കാരണം ഇത് റെഡിമെയ്ഡ് മോഡലാണ്, നമ്മളോട് ഡൗൺലോഡ് ചെയ്തത് കൊണ്ട് ഇതൊക്കെ ഇതിനകത്ത് ഇപ്പോൾ ഗ്ലാസ് ഉണ്ട്, അത് ഓൾറെഡി ഗ്ലാസ്സിന് ടെക്സ്ചർ ആയിട്ട് കിടക്കുന്നത്, വേറെ ഗ്ലാസ് ആയിട്ട് കൊടുക്കണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് മാറ്റാം. ഇവിടെ ഒരു നമ്പർ പ്ലേറ്റ് വരുന്നുണ്ട്, നമ്പർ പ്ലേറ്റിൽ സ്റ്റാൻഡേർഡിൽ ടെക്സ്ചർ വേണം പറഞ്ഞു. അതിനകത്ത് നമുക്കിവിടെ ചൂസ് മാപ്പിൽ ടെക്സ്ചർ ആയിട്ടൊന്നുമില്ല. സോ വീണ്ടും ആഡ് ചെയ്യേണ്ടി വരും. ഇതിനകത്ത് കാർ നമ്പർ പ്ലേറ്റ് കൊടുക്കുകയാണെങ്കിൽ ഇന്നേൽ സ്ഥലത്ത് ഏതെങ്കിലും ഒരു നമ്പർ പ്ലേറ്റ് സെലക്ട് ചെയ്യാം. സോറി, സിംഗിൾ മതി. സോ MH TN സിംഗിൾ ആയിട്ടുള്ള ഏതെങ്കിലും മതി സെലക്ട് ചെയ്യാം. ഓക്കെ, ഓപ്പൺ, സേവ് കൊടുത്തു. ഓക്കെ, സെലക്ട് ചെയ്തു. അത് നമ്പർ പ്ലേറ്റ് ഉണ്ട്. ഇതിനകത്ത് എഡിറ്റ് ചെയ്യാം. ഇതിനകത്ത് എഡിറ്റ് കൊടുത്തു. ഇതിനകത്ത് സെലക്ട് ചെയ്ത് ഞാൻ ചെറിയൊരു പോർഷൻ സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനകത്ത് കട്ട് ചെയ്തു കൊടുത്തു. ലോങ് സേവ്. ഇതിൻ്റെ ഏരിയ ചെറുതാക്കി വെച്ചു. കൺട്രോൾ V പേസ്റ്റ്, ഫയൽ സേവ് ആസ് JPEG, സ്റ്റോർ പ്ലേറ്റ് കൊണ്ട് റീപ്ലേസ് ചെയ്യാം. ക്ലോസ് ചെയ്തു, നമ്പർ പ്ലേറ്റ് സെലക്ട് ചെയ്യാം. സോ ഡയറക്റ്റ്ലി നമുക്ക് നമ്പർ പ്ലേറ്റ് കിട്ടി. എൻ്റെ റിഫ്ലക്ടിവിറ്റി ക്ലോസ്നെസ് ഓഫ് ചെയ്താൽ ഷാർപ്പായിട്ട് ആക്കാം നമ്പർ പ്ലേറ്റ്. സോ ഒറിജിനാലിറ്റി നമുക്ക് അവിടെ സെലക്ട് ആയി. ഇനി നമുക്ക് ഇവിടെ ഒരു ഗ്ലാസ് ഉണ്ട്, അത് സെയിം എല്ലാ ഗ്ലാസും ഒരുമിച്ചായതുകൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ക്രോം ഫിനിഷ് കൊടുത്തു. ആ ക്രോമിൽ നമുക്ക് വേണമെങ്കിൽ വെള്ള കളർ കൊടുത്തതിന് ശേഷം നമ്മൾ പറഞ്ഞ പോലെ എമൾസീവ് കൊടുക്കുന്ന ലൈറ്റ് കത്തുന്ന പോലെ കണ്ട അവൻ കത്തണുണ്ടാവും. സോ നമുക്കത് ഭംഗിയായിട്ട് നൈറ്റ് മോഡ് കൊടുക്കുകയാണെങ്കിൽ ഒറിജിനാലിറ്റി ആയിരിക്കും. ഇത് കുറച്ച് ഗ്രേ ആയതുകൊണ്ട് എനിക്ക് അത്ര ഹൈലൈറ്റ് ആയിട്ട് തോന്നിയില്ല, പക്ഷെ ഒരു കളർഫുൾ ആണെങ്കിൽ കുറച്ചുകൂടെ ഭംഗി കിട്ടിയേനെ. സോ ഓക്കെ, ഇതിനകത്തോടെ ടൈലും വേണമെങ്കിൽ കുറച്ച് ചെറുതായി കൊടുക്കുകയാണെങ്കിൽ വിൽ ബി ഗ്രേറ്റ്. ഇതുപോലെ നമുക്ക് ഓരോരോ ടെക്സ്റ്റേഴ്സ് നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് സെലക്ട് ചെയ്ത് മാറ്റി കൊടുക്കേണ്ടി വരും. സോ ഇതിനകത്ത് മാപ്പ് സ്കെയിൽ കുറച്ച് ചെറുതാക്കിയാൽ നല്ലതായിരിക്കും. ഓക്കെ, ഇപ്പം ഈ കളർ അത്ര സുഖമായിട്ട് തോന്നിയില്ല. ഓക്കെ, ടെക്സ്റ്ററിന്റെ മാപ്പ് വേറെ മാറ്റിയിട്ട് വേറെ ടെക്സ്റ്റർ ഓടിക്കുകയാണെങ്കിൽ നല്ലതാണ്, പക്ഷെ അതിനകത്ത് ടെക്സ്റ്റേഴ്സ് ആയിട്ടൊന്നും കാണുന്നില്ല. അതുകൊണ്ട് എനിക്കത് യൂസ് ചെയ്യാൻ പറ്റും. സോ ലീവ് ഇറ്റ്. ഡബിൾ ക്ലിക്ക് ചെയ്യാനകത്തും നമുക്ക് ഇൻഡോറിൽ ടൈൽ ഉണ്ടായിരുന്നു, സ്റ്റോൺ പറ്റത്തില്ല. ടൈൽ വേണം, ടൈലിൽ ഏതെങ്കിലും ഒരു ടൈൽ ഇട്ട് കൊടുക്കുക. നോട്ട് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻറ്റ്. ഒരു ഗ്രേ, പക്ഷെ ഈ സൈഡിൽ ഇതുപോലത്തെ ടൈൽസ് യൂസ് ചെയ്യത്തില്ല. സോ അതിന് പറ്റിയ ഏതെങ്കിലും ഒരു ഡാർക്ക് അല്ലെങ്കിൽ ഇതുപോലെ കോൺക്രീറ്റോ അങ്ങനെ കൊടുക്കുന്നതായിരിക്കും നല്ല. സോ കോൺക്രീറ്റ്, പ്ലാസ്റ്റർ, ഔട്ട്ഡോർ ഇൻഡോറിൽ പ്ലാസ്റ്ററിൽ ഏതെങ്കിലും ടെക്സ്റ്റ് ഇത് മതിയാവും. ഇങ്ങനത്തേക്ക് ഏതെങ്കിലും കൊടുത്താൽ കോൺക്രീറ്റ് ടെക്സ്റ്റ് കൊടുക്കാം. സൂം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും സ്റ്റെയിനുള്ള ഒരു കോൺക്രീറ്റ് ടെക്സ്ചറാണ്. ഓക്കെ, ഇവിടെയും അത് തന്നെ കൊടുക്കും, നല്ലതായിരിക്കും. സിംഗിൾ ടെക്സ്ചർ ആയിട്ട് എടുത്തിരിക്കുന്നത്. സോ ഇവിടെ ഗ്രൗണ്ട് ആണ്. സോ ഇതിനെ ഡബിൾ ക്ലിക്ക് ചെയ്യാം. അതിനകത്ത് വേരിയസിൽ 3D ഗ്രാസ് ഉണ്ട്. 3D ഗ്രാസ് കൊടുക്കുവാണെങ്കിൽ ഒറിജിനാലിറ്റി ഉള്ള ഗ്രാസ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പ്ലേസ് ആവും. സോ വിൽ ബി ഗ്രേറ്റ് ആണ് ഒറിജിനാലിറ്റി. അല്ല, ഒറിജിനാലിറ്റി ഉള്ള ഗ്രാസ് ഇവിടെ ഡയറക്റ്റ് കയറി. അത് ഏത് ടൈപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലേസ് ചെയ്യാം. അല്ല, ഏരിയ അത് കുറച്ചുകൂടി ലോങ് വ്യൂ കിട്ടുവാണെങ്കിൽ നമുക്കൊരു ഐഡിയ കിട്ടും. അല്ല, ഓക്കെ, അല്ല
ഗ്രാസ് ടെക്സ്റ്റേർഡ് ആയിട്ട് നമുക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള ഗ്രാസ് പാറ്റേൺസ് ഇവിടെ ആഡ് ചെയ്തെടുക്കാം. പല ഫോമിലും പല ഷേപ്പിലും കൊടുക്കാം. ഇത് കുറച്ചും കൂടി വൈൽഡ് ഗ്രാസ് ആണ്, ഇത് കുറച്ചും കൂടി വൈൽഡ് ഗ്രാസ് ആണ്. സോ നമുക്കത് ഇതിനകത്ത് കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ചെയ്താലാണ് നമുക്ക് അഡ്രസ് അത് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഡബിൾ ക്ലിക്ക് ചെയ്യാം. കളറൈസേഷൻ അത് നമുക്ക് ഗ്രീൻ കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് കൊടുക്കാം. ഗ്രാവിറ്റി എത്രത്തോളം ചെയ്യണം, ബൈൻഡിങ് ഫോഴ്സ് നമ്മൾ എന്തോരം വളഞ്ഞേക്കണം കുറച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഗ്രാസിന്റെ സൈസ് എത്രത്തോളം വേണം, കുറച്ച് കീറിക്കോണെങ്കിൽ ഭംഗിയായിരിക്കും. ഗ്രാസിന്റെ ലെങ്ത് എത്രത്തോളം പൊങ്ങിക്കണം എന്നുള്ളത്, അതിന്റെ ടെക്സ്ചർ എന്തോരം വേണം എന്നുള്ളതിന് റൊട്ടേഷൻ എന്തോരം സെറ്റ് ചെയ്യണം, കർവ്നെസ് അതിനുള്ള ആ ഇളം കൂമ്പുകൾ എത്രത്തോളം കൊടുക്കണം, റഫ്നെസ് എത്രത്തോളം വേണം. അതിന് മുകളിൽ കട്ട് ചെയ്ത് ഗ്രാസ് മെഷീൻ വെച്ചിട്ട് കട്ടിങ് മെഷീൻ വെച്ചിട്ട് കട്ട് ചെയ്ത് കിടന്നു കഴിഞ്ഞാൽ എങ്ങനെ കിട്ടോ അതുപോലത്തെ എഫക്റ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. സോ നമുക്ക് ഏകദേശം റെഡി ആയി വിചാരിക്കുന്നു. സോ ഓക്കെ, അപ്പോൾ അതിന് എത്രത്തോളം വേണോ അത്ര നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കും. ഇനി ഇവിടെ നമുക്ക് കുറച്ചുകൂടി കയറിക്കണമെങ്കിൽ അതനുസരിച്ച് നമുക്ക് ഭംഗിയിൽ അതിനെ ഗ്രാസ് സെറ്റ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഗ്രാസിന് സൈസ് കുറച്ച് കീറിയാണ്, ഓവറാക്കാതെ വൃത്തിയായില്ലാത്ത രീതിയിൽ പ്ലേസ് ചെയ്യണേ, ഹൈറ്റ് കിട്ടുവാണെങ്കിൽ ഓക്കെ ഗ്രേറ്റ്. ഇനി വേറെ കേസ് ഈ ടെക്സ്റ്റ് ഇത് ടിക്ക് ചെയ്തേക്കാം. ഇതിന് ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഡാർക്കിലേക്ക് കൊണ്ടുവരുവാണെങ്കിൽ നല്ലതായിരിക്കും. സോ ഇതിന് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഇതിനകത്ത് നമുക്ക് കളറൈസേഷൻ കുറച്ചുകൂടി ബ്ലാക്കിലോട്ട് ഇട്ടിട്ട് അതിനെ കുറച്ച് ഡാർക്ക് ആക്കി ഇട്ടാൽ വിൽ ബി ഗ്രേറ്റ്. ഇവിടെ ഉണ്ട് അതുപോലെ സാധനം. ഓക്കെ, ഇതിന് ടെക്സ്ചർ ഒരെണ്ണം കൊടുത്താൽ ആദ്യം ഓട്ടോമാറ്റിക്കലി ഇവിടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ടെക്സ്ചർ വിൻഡോ ഉണ്ട്. അതിൽ നമുക്ക് കുറച്ചും കൂടി ലീഫ് ടൈപ്പുള്ള സാധനങ്ങൾ ഏതെങ്കിലും കൊടുക്കുന്നതായിരിക്കും. സോ സെലക്ട് ചെയ്യാം. അതിനകത്ത് വേരിയസിൽ ഇവിടെ ലീഫ് പോലത്തെ എന്തെങ്കിലും കൊടുക്കാം. സോ അതിനകത്ത് ഏതെങ്കിലും കൊടുക്കുവാണെങ്കിൽ ഓട്ടോമാറ്റിക് ആ പാറ്റേണിൽ ഉണ്ടാവും. ലീഫിന്റെ ടെക്സ്ചർ പോലെ സെറ്റ് ആയി. ഓക്കെ, ഇതുപോലത്തെ ഒരു പാറ്റേൺ നമുക്ക് കിട്ടി. അത് ഏത് പാറ്റേൺ വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. കളറ് ലീഫ് പല സ്റ്റൈലിലുള്ളതുകൊണ്ട് അത് ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. ഇതാണ് കുറച്ച് ഗ്രീനിഷ് ഉള്ളത് തോന്നുന്നു. അതിനെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ അതിനകത്ത് തന്നെ ബാക്കി സ്പ്രെഡിങ് എന്തോരം വേണം, കുറയ്ക്കണം, അതിന്റെ ലീഫിന്റെ സൈസ് ഇത്തിരി ചെറുതാക്കണം, ലീഫിന്റെ ടൈപ്പ് പല സ്റ്റൈലിലുണ്ട്, അത് ഏത് വേണം മാറ്റണം, അത് ഏത് വേണം കൊടുക്കാം, അതിന്റെ സ്പ്രെഡിങ് ഓഫ്സെറ്റ് എന്തോരം നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അത് റെഡിയായി. ഏകദേശം ഇത്രയും ഭാഗം റെഡി ആയി കഴിഞ്ഞു. ഓക്കെ, ഭംഗിയായി വരുന്നു. ഇതുപോലെ നമുക്ക് ഓരോ പോർഷൻസും നമുക്ക് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്യുവാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. ഇത് ഇവിടെ കൊടുത്ത് ഡബിൾ ക്ലിക്ക് ചെയ്യാം. അത് ഔട്ട്ഡോർ ആയിരിക്കും വരുന്നത്. ഔട്ട്ഡോർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് റൂഫിന്റെ ഇതുണ്ട്. ബ്ലാക്ക് കൊടുക്കുവാണെങ്കിൽ നമുക്ക് റൂഫ് ബ്ലാക്ക് ആയിട്ടുള്ള റൂഫിന് സെറ്റ് ആവും. അത് നമുക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ സെറ്റിങ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മാപ്പ് സ്കെയിലിംഗ് കുറച്ച് വലുതായി കൊടുക്കുക. സോ ഇങ്ങനത്തെ ഒരു സ്കെയിലിംഗ് നടക്കുന്നത് മതിയെന്ന് വിചാരിക്കുന്നു. അല്ല ഇതിനെ റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ എന്താണ് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക. സോ 90 ഡിഗ്രി ഇങ്ങനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് കിട്ടണം. ഇതാണ് നമുക്ക് ഭംഗിയെങ്കിൽ ഇതൊന്ന് പ്ലേസ് ചെയ്യാം. ഓക്കെ, കൺഫേം ഇറ്റ്. പിന്നെ അതുപോലെ ഇവിടെ ഓരോരോ സാധനങ്ങളുണ്ട്, ഓരോന്ന് സെലക്ട് ചെയ്ത് നമുക്ക് കൊടുക്കണം. ഇത് ക്രോം ഫിനിഷ് വേണം, സെലക്ട് ചെയ്യാം, ഡബിൾ ക്ലിക്ക് ചെയ്യാം. സോ മെറ്റലിന്റെ ഇതിനകത്ത് വിൻഡോ വരും. അത് ഇൻഡോർ ആണോ ഔട്ട്ഡോർ ആണോ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇൻഡോർ മെറ്റൽ കൊടുക്കണേ അത് കൊടുക്കാം. കൂടെ മെറ്റൽ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട്. അതിനകത്ത് തന്നെ ക്രോം, അലൂമിനിയം, അതുപോലെ എടുക്കാൻ അലൂമിനിയത്തിന്റെ റിഫ്ലക്ഷൻ ഉണ്ടാവും. ഹൈ ഗ്ലോസി ആണ് കിട്ടിയിരിക്കുന്നത്. ഡബിൾ ക്ലിക്ക് ചെയ്യാം. അതിനകത്ത് റിഫ്ലക്റ്റിവിറ്റി ഇത്തിരി കുറച്ച് കൊടുക്കാം. സോ ലീഫ് കുറച്ച് കൊടുത്തതിന് ശേഷം ഗ്ലോസിനെസ് റിഫ്ലക്ഷൻ കൂട്ടി കൊടുക്കുവാണെങ്കിൽ ഇങ്ങനെയായിരിക്കും ക്രോം ഫിനിഷ് വരുന്നത്. അല്ലെങ്കിൽ ബാക്ക് അടിച്ചാൽ നമുക്ക് ഇതിനകത്ത് ഇഷ്ടംപോലെ ടൈപ്പ് ഓഫ് സ്കില്ലിംഗ് ഉണ്ട്. രണ്ട് കൊടുക്കുവാണെങ്കിൽ ഉണ്ട്, വേറെ ലൈബ്രറി ഉണ്ട്, ക്രോം ഫിനിഷ് ഉണ്ട്. ക്രോം ഫിനിഷ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഫാർ ബെറ്റർ ആയിരിക്കും. നോക്കാം. അതുപോലെ ഇവിടെ ഗ്ലാസ് വരുന്നുണ്ട്. സോ ഗ്ലാസ് സെലക്ട് ചെയ്യുവാണെങ്കിൽ ഇൻഡോറിൽ ഇവിടെ ഗ്ലാസ് എന്ന് പറയുന്ന ടെക്സ്ചർ ഉണ്ട്, പ്യൂർ ഗ്ലാസ്. അല്ല നമുക്കൊരു ഇന്റീരിയർ ഗ്ലാസ് ഉണ്ട്, ഗ്ലാസ് തന്നെ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഗ്ലാസ് ആണ്. സോ എവിടെയൊക്കെ ഉണ്ടോ ആ ഗ്ലാസ് ഇതുപോലത്തെ സെൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ പലതരത്തിലുള്ള എഡ്ജ് ബ്ലാക്ക് ആയിട്ടുള്ളത് തുടങ്ങി പ്യൂർ ഗ്ലാസ് കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ഗ്ലാസിന്റെ ടെക്സ്ചർ ഒറ്റയടിക്ക് നല്ല അടിപൊളി കളറുള്ള ഗ്ലാസ് ആയി മാറി. ടെക്സ്ചേഴ്സ് ഒക്കെ വളരെ ഈസിയാണ് പ്രൊസീഡ് ചെയ്യുക. അതുപോലെ ഇവിടെ ഉണ്ട്, അവിടെ നമുക്ക് ഇൻഡോറിൽ വരുന്ന ഗ്ലാസ് കൊടുക്കാം. പ്യൂർ ഗ്ലാസ് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളിലുള്ള ഭാഗങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് കാണാം. സോ അതിന്റെ ഏത് വേണമെന്ന് വെച്ചാൽ അത് നമുക്ക് ആർക്കിടെക്ചർ ഗ്ലാസ് ഏത് വേണമെങ്കിലും സെലക്ട് കൊടുക്കാം. വിത്ത് റിഫ്ലക്റ്റിവിറ്റി കൂട്ടിയുള്ള അത് കൊടുക്കാം. റിഫ്ലക്ഷൻ ഫുള്ളായി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുവട്ടത്തുള്ള എല്ലാ സാധനങ്ങളും പ്രോപ്പറാണ്. ഇതിന്റെയൊക്കെ ഒരു ടിന്റ് കൂടെ കയറി. സോ റിഫ്ലക്ഷൻ കൂടുതലാണെന്ന് മനസ്സിലാക്കാം.
കളറൈസേഷൻ കുറച്ച് അതിനനുസരിച്ച് കളർ സെറ്റ് ആക്കാം, നോ പ്രോബ്ലം. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് ഇപ്പൊ ഇതൊരു ടെക്സ്ചേർഡ് കൊടുക്കാം. സോ ഇൻഡോർ നമുക്ക് വേണമെങ്കിൽ ഒരു ബ്രിക്ക് പാറ്റേൺ കൊടുക്കുന്നത്, ബ്രിക്ക് പാറ്റേൺ ഒക്കെ കൊടുക്കുന്നതാണ് ഇങ്ങനത്തെ സ്റ്റൈലിൽ വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം, കുറച്ച് ഭംഗിയായിരിക്കും. അതിന് ഡാർക്ക് ടെക്സ്ചർ എടുക്കുകയാണെങ്കിൽ അങ്ങനെ ഡാർക്ക് ആക്കി എടുക്കാം. സോ കളറൈസേഷൻ കുറച്ച് ബ്ലാക്ക് ആക്കി എടുത്തിട്ട് കളറൈസേഷൻ കൊടുക്കാനാണ് അങ്ങനെ കൊടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ ക്ലോസ്നെസ് കുറച്ച് റിഫ്ലക്റ്റിവിറ്റി കയറ്റി റിലീഫ് കൂട്ടി കൊടുക്കാം. ഡിസ്പ്ലേസ്മെന്റ് സ്കെയിലിംഗ് ടെക്സ്ചേഴ്സ് അഡ്ജസ്റ്റ് ചെയ്ത് അതിനനുസരിച്ചുള്ള വലുപ്പം കൊടുക്കാം. ഇനി ഈ ടെക്സ്ചേഴ്സ് വേറെ എവിടെയെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ചോയ്സ് വരുവാണെങ്കിൽ നമുക്ക് ഒന്നില്ലെങ്കിൽ ഇത് നമുക്ക് കോപ്പി പേസ്റ്റ് ഉപയോഗിക്കാം. ഇവിടെ കോപ്പി അടിച്ചിട്ട് വേറെ സെലക്ട് ചെയ്ത് അവിടെ നമുക്ക് പ്ലേസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് അത് സേവ് ചെയ്യാം. ഇത് നമുക്ക് പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ സേവ് മെറ്റീരിയൽ ടു കസ്റ്റം മെറ്റീരിയൽ കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് പേര് കൊടുക്കുകയാണ് 1 2 3 ഓക്കെ കൊടുത്തു. നമുക്ക് സേവ്ഡ് ആയി. നമുക്ക് ഇനി വേറെ എവിടെയെങ്കിലും ഇതേ സെയിം മെറ്റീരിയൽ ഇതിനകത്ത് എവിടെയെങ്കിലും ഉപയോഗിക്കണം. ഫോർ എക്സാമ്പിൾ എനിക്ക് ഇവിടെ തന്നെ സെയിം വേണം. സോ അത് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്തതിനു ശേഷം മെറ്റീരിയലിന്റെ വിൻഡോ ഉണ്ട്. മെറ്റീരിയൽ വിൻഡോയിൽ തന്നെ നമുക്ക് ഇവിടെ കസ്റ്റം മെറ്റീരിയൽ സെക്ഷൻ ഉണ്ട്. അവിടെ 1 2 3 എന്ന് നടക്കുന്നത്. അത് ക്ലിക്ക് ചെയ്യുമ്പോഴേ ഓട്ടോമാറ്റിക് അവിടെ ആഡ് ആവും. എവിടേക്കാണോ വേണ്ടത് അവിടേക്ക് നമുക്ക് ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. സോ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, വളരെ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാം. സോ അത് പ്ലേസ് ആയി, കൺഫേം. നമുക്ക് അവിടെ സെറ്റ് ആയി കിട്ടി. സെയിം മെറ്റീരിയൽ നമുക്ക് ഇവിടെ പ്ലേസ് ആയി. സോ ഇനി നമുക്ക് ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഡോറ് വുഡ് എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കാം. സോ നമുക്ക് വുഡ് സെലക്ട് ചെയ്യാം. അത് ഇവിടെ ഗ്ലാസ് ആണ് വേണ്ടത് ആക്ച്വലി, പക്ഷെ അവിടെ ഇപ്പൊ ഗ്ലാസ് കൊടുക്കാൻ പറ്റുമോ അറിയില്ല. അവിടെ ട്രാൻസ്പെറന്റ് റിഫ്ലക്റ്റീവ് ആയിട്ട് കിടപ്പുണ്ട്, ഫുൾ എന്തെങ്കിലും കൊടുക്കേണ്ടി വരും. ഓക്ക് പോളിഷ്ഡ് അതാണ് നേരത്തെ കിടന്നിരുന്ന മെറ്റീരിയൽ. സോ ഇൻഡോർ കൊടുക്കാം, വുഡ് സെലക്ട് ചെയ്യാം. സോ ഒരു ഡാർക്ക് വുഡ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഗ്രേറ്റ്. സെറ്റായി. പക്ഷെ അത് ഗ്ലോസിനെസ് റിഫ്ലക്ഷൻ ഭയങ്കര കൂടുതലാണ്. അത് റിഫ്ലക്ടിവിറ്റി കുറച്ച് കൊടുത്താൽ നമുക്ക് കാണാൻ പറ്റും. ചെറിയ റിഫ്ലക്ടിവിറ്റിയും ചെറിയ ഗ്ലോസിനെസും കൊടുക്കുവാണെങ്കിൽ കൊള്ളാം. ഇനി ഇതെല്ലാം നമുക്ക് ടെക്സ്ചർ വേറെ വേണമെങ്കിൽ നമുക്ക് ലോഡ് ചെയ്ത് കൊടുക്കാം. ടെക്സ്ചേഴ്സ് കിടക്കുന്നെന്ന് തോന്നുന്നു. 3D Max മെറ്റീരിയൽസ് വുഡ് ഇവിടെ കിടപ്പുണ്ട്. മെറ്റീരിയൽസ് ഓക്കെ, അത് മെറ്റീരിയൽസ് കിടപ്പുണ്ട്. സോ അതിനകത്ത് വുഡ് സെലക്ട് ചെയ്യാം. അതൊരു ഡാർക്ക് വുഡ് ഏതെങ്കിലും സെലക്ട് ചെയ്യുകയാണെങ്കിൽ അത് ആ വുഡിന്റെ ടെക്സ്ചർ അവിടെ കയറി കഴിയും. സോ ഇവിടെയും നമുക്ക് വൈറ്റ് കൊടുക്കേണ്ടി വരും. ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാം. അവിടെ നമുക്ക് ഇതുപോലെ ഒരു ഇൻഡോറിന്റെ വുഡ് സെലക്ട് ചെയ്തിട്ട് വുഡ് ഏതെങ്കിലും സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനനുസരിച്ചുള്ള വുഡ് മെറ്റീരിയൽ അവിടെ കയറി കഴിയും. ഓക്കെ, ഇനി ഇവിടെ ഫ്ലോർ ഉണ്ട്. ഫ്ലോറിൽ നമുക്ക് കുറച്ചുകൂടെ ഭംഗിയുള്ള ഏതെങ്കിലും ഫ്ലോർ റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള കൊടുക്കണം. സോ ഇവിടെ സെലക്ട് ചെയ്യാം. അതിൽ നമുക്ക് സ്റ്റോൺ കൊടുത്തിട്ട് കുറച്ച് മാർബിൾ പോലെ ഡാർക്ക് കൊടുക്കാം. സോ നല്ലതായിരിക്കും തോന്നുന്നു. ഇവിടെ ഉണ്ട്, അവിടെ ഇത് തന്നെ നമുക്ക് ഇൻഡോറിൽ വരുന്ന സ്റ്റോണിന്റെ മാർബിൾ കൊടുക്കാം. അതിനകത്ത് റിഫ്ലക്റ്റിവിറ്റി അഡ്ജസ്റ്റ് ചെയ്യുന്ന ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിഫ്ലക്റ്റിവിറ്റി കയറ്റിട്ട് കൊടുക്കാം. ഗ്ലോസ്നെസ് അഡ്ജസ്റ്റ് ചെയ്യാം. അത്രയധികം ഗ്ലോസ്നെസ് വേണ്ട, റിഫ്ലക്റ്റിവിറ്റി ഇരുന്നോട്ടെ. ഓക്കെ ഓക്കെ, ഭിത്തിയുടെ കളർ അത് മുഴുവൻ വൈറ്റ് തന്നെയാണ്. സോ സ്റ്റാൻഡേർഡ് കൊടുത്തിട്ട് റിഫ്ലക്റ്റിവിറ്റി അധികം വേണ്ട, ഗ്ലോസ്നെസ് അധികം വേണ്ട, വൈറ്റ് കയറി കിടന്നോട്ടെ. ഓക്കെ, സോ നമുക്ക് ഏകദേശം ഒരുവിധ ഏരിയ കവറായി. ഇവിടെയും സെയിം മെറ്റീരിയൽ വേണമെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. അവിടെ നമുക്ക് നേരത്തെ കൊടുത്ത അതേ മെറ്റീരിയൽ റിപ്പീറ്റ് ചെയ്ത് നന്നായിരിക്കും തോന്നുന്നു, ഐ തിങ്ക്. അല്ലെങ്കിൽ വേറെ കൊടുക്കണമെങ്കിൽ വേറെ കൊടുക്കാം. നമുക്ക് ഇഷ്ടംപോലെ ചോയ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് അതിനകത്ത് ഇൻഡോറിൽ തന്നെ ടൈലിൽ വരുന്ന ഏതെങ്കിലും വേറെ ടെക്സ്ചർ കൊടുക്കാം. ഫ്ലോറിൽ വരുന്നതാണ്, ബട്ട് നമുക്ക് കൊടുക്കണമെങ്കിൽ യൂസ് ചെയ്യാം. കൊള്ളാം. സ്കെയിലിംഗ് കുറച്ച് കൂട്ടി കൊടുത്താൽ നന്നായിരിക്കും. സ്കെയിലിംഗ് കുറച്ച് വലുതായി കൊടുത്തതിന് ശേഷം ഇത് മാർബിളായിട്ട് അവൾ ഫ്രണ്ടിൽ കൊടുത്ത കുറച്ച് നന്നായിരിക്കും തോന്നുന്നു. ഇതൊന്നും അങ്ങനെ യൂസ് ചെയ്യില്ല എന്ന് വിചാരിക്കുന്നു. കൊടുക്കാം. ഇവിടെ ഇത് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം. സോ നമുക്ക് സെലക്ട് ചെയ്തിട്ട് കോപ്പി അടിച്ചിട്ട് ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് കൊടുക്കാം. സോ അതന്നെ സെയിം ഇവിടെ റിപ്പീറ്റ് ആവും. സോ ഈസിയാണ്. ഓക്കെ, ഇവിടെ നമുക്കത് പേസ്റ്റ് ചെയ്ത് നോക്കാം. സോ അവിടെ വേറെ കൊടുക്കാം. അവിടെ നമുക്ക് സ്റ്റോണിൽ തന്നെ വേറൊരു ടെക്സ്ചർ എടുത്ത് ആഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ അങ്ങനെ വന്നു. ഇവിടെ നമുക്ക് വരുമ്പോൾ ഔട്ട്ഡോറിൽ വരുന്നതാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് സ്റ്റോൺ ടൈലിൽ വരുന്ന ഏതെങ്കിലും ഒരു പാറ്റേൺ എടുത്ത് അടിച്ച് നോക്കാം. വേണ്ട, അറിയാൻ പറ്റുന്നില്ല. റിഫ്ലക്ഷൻ കൂടി കിടക്കുന്നുണ്ടാണോ എന്നറിയില്ല.
ഇതുപോലത്തെ സംഭവങ്ങൾ അതിനകത്ത് കൊടുത്താൽ തീർച്ചയായിട്ടും മാസ്റ്ററിങ്. നമ്മൾ എത്രത്തോളം കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നു അത്രയും റിസൾട്ട് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. ഒരു കോൺക്രീറ്റ് ടെക്സ്ചർ കൊടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. സോ ഐ ജസ്റ്റ് യൂസിങ് സം ബീച്ച് ടെക്സ്ചർ, റഫ്നെസ് ടെക്സ്ചർ കൊടുക്കുമ്പോൾ തന്നെ അത് അടിപൊളിയായി. സോ കൺഫേം ഇറ്റ്. അതുപോലെ ഏകദേശം ഓരോ ഭാഗങ്ങൾ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനെ ഇവിടെ ചെറിയ പോർഷൻ കൂടി ഉണ്ട്, അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യാം. അവിടെ മെറ്റൽ കൊടുത്ത ഏകദേശം മോഡലിന്റെ ടെക്സ്റ്റേഴ്സ് ഒക്കെ ഇതേ ടെക്സ്ചർ ആയിരുന്നു ഔട്ടർ വന്നിരുന്നത്, അത് സെയിം ആയിട്ട് കയറുന്നത്. സെക്കൻഡ് വണ്ണിൽ വന്നിരുന്ന ക്രോം ഫിനിഷ് ആണ് നമുക്ക് അത് യൂസ് ചെയ്യുന്നത്. സോ സെയിം തന്നെ ഇവിടെ യൂസ് ചെയ്യാം. ക്രോം ഫിനിഷ് സെലക്ട് ചെയ്തു, ക്രോം കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് വരുന്നത് ഇതിനകത്ത് ഇവിടെ ഒരു ചെറിയ ടെക്സ്ചർ വരുന്നുണ്ട്. സോ നമുക്ക് ഇതേ ടെക്സ്ചർ പേസ്റ്റ് ചെയ്യണമെങ്കിൽ അവിടെ ടെക്സ്ചർ സെയിം കൊടുക്കാം. ഇവിടെ എനിക്ക് തോന്നുന്നു വേറെ എന്തെങ്കിലും കളർ ബ്ലാക്കോ അങ്ങനെ ഇതിൽ കൊടുത്താൽ നന്നായിരിക്കും തോന്നുന്നു. ഈ കളറ് കോംഫിനിഷ് മാച്ച് ആവുന്നില്ല, കാരണം ഇത് കൊടുക്കാം. ഓക്കെ, അതവിടെ മാച്ചായി, സെയിം ടെക്സ്ചർ അവിടെ കയറി. ഇതിന്റെ കേസിൽ നമുക്ക് കുറച്ചും കൂടി അറിയാൻ പറ്റും. ഓക്കെ, കുറച്ചുകൂടി ബ്ലാക്ക് ആയി അവിടെ കിടന്നത് കുഴപ്പമില്ല, റിഫ്ലക്റ്റീവ് ആണ്, ബ്ലാക്ക് ആണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്ത് ബാക്കിയുള്ള ഡെക്കറേറ്റീവ് കാര്യങ്ങളാണ്. അതിനകത്ത് ബാക്കി വരുന്ന പറഞ്ഞാൽ ഇതിന്റെ വ്യൂ ആദ്യം സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനായിട്ട് നമുക്ക് ഇവിടെ ഫോട്ടോ ഉണ്ട്. ഫോട്ടോയിൽ വന്നാൽ നമുക്ക് ഇതിന്റെ സെയിം ആംഗിൾ തന്നെ സെയിം പ്രൊസീജിയറിൽ നമുക്ക് ഇവിടെ സ്ക്രീൻ നമുക്ക് കാണാൻ സാധിക്കും. ഇതിന് നമുക്കിനി ബാക്കി വ്യൂ അറേഞ്ച് ചെയ്യാനായിട്ട് സാധാരണ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിന് സാധാ വ്യൂ സെറ്റ് ചെയ്യുന്ന പോലെ കണ്ടൊരു ഗ്രിഡ് പോലെയുണ്ട്. നമുക്ക് അതിനകത്ത് കറക്റ്റ് ആയിട്ട് നമ്മുടെ വ്യൂ ആംഗിളിൽ ഇവിടെ ഡൗൺ ആരോട് ചെയ്ത് സെറ്റ് ചെയ്തിട്ട് ഓക്കെ, നമ്മുടെ ആംഗിൾ അനുസരിച്ച് നമ്മൾ വ്യൂ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, വ്യൂ റെഡി ആയി കഴിഞ്ഞാൽ കുറച്ച് ഹൈറ്റ് ആംഗിൾ പോലെ നമുക്ക് സോ പ്ലേസ് ചെയ്യാം. സോ ബാക്ക് കാര്യങ്ങളൊക്കെ റെഡി ആവുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ ഓക്കെ, നമുക്ക് സെറ്റ് ആയെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് നമുക്കൊരു സ്ക്രീൻ വ്യൂ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇതാണ് നമ്മുടെ ഐ ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിൽ സ്റ്റോർ ക്യാമറ ഉണ്ട്, ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോ സ്നാപ്പ് ഇവിടെ ആഡ് ആയി. സോ നമുക്ക് ഇനി എപ്പോൾ വേണമെങ്കിലും നമുക്ക് ആംഗിൾ മാറിയാലും നമുക്ക് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ആ വ്യൂ നമുക്ക് സെറ്റ് ചെയ്ത് കിട്ടും. സോ നമുക്കിത് ചെരിഞ്ഞുള്ള വ്യൂ ഒക്കെ വേണമെങ്കിൽ കുറച്ച് ചെരിച്ച് കൊടുത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വ്യൂ അനുസരിച്ച് പ്ലേസ് ചെയ്യുവാണെങ്കിൽ അത് എവിടെയായിരിക്കും. ക്ലോസ് ചെയ്യുവാണെങ്കിൽ ക്ലോസ് കൊടുക്കാം, സ്റ്റോർ കൊടുത്താൽ അത് റീസെറ്റ് ആവും, തിരിച്ച് ഈ വ്യൂ ആംഗിളിലേക്ക് നമുക്ക് റെഡി ആയി കിട്ടും. സോ എങ്ങനെ എന്തോരം വേണമെന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നു, സ്റ്റോർ ചെയ്ത് കൊടുക്കും. ഓക്കെ, തിരിച്ച് നമ്മൾ വീണ്ടും ബിൽഡിലേക്ക് വരാം, അല്ലെങ്കിൽ എഫക്ട്സ് ക്ലിക്ക് ചെയ്യാം, തിരിച്ച് നമ്മുടെ സ്ഥലത്തോട്ട് തിരിച്ചു വരുന്നതാണ്. ഇതിനകത്ത് ഇനി ബാക്കി ഈ ആംഗിൾ വെച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള എലമെന്റ്സുകൾ ട്രീസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. സോ നമുക്ക് അതിനകത്ത് ഫൈൻ ട്യൂൺഡ് ആണെങ്കിൽ കുറച്ചും കൂടി ഈ ക്ലോസ് ആംഗിളിലുള്ള ട്രീസ് നമുക്ക് പ്ലേസ് ചെയ്യാം. സോ ഇവിടെ ഒരു ട്രീ വരുവാണെങ്കിൽ ഇവിടെ ഒരു പ്ലേസിങ് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ക്ലോസ് വ്യൂയിലേക്ക് ചെല്ലാം. അതിനകത്ത് നമുക്കിവിടെ ഒരു ട്രീ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. അതിനകത്ത് നമുക്ക് നല്ലൊരു എക്സ്റ്റീരിയർ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഓരോരോ ട്രീസും കാര്യങ്ങളും നമുക്ക് പരിസരത്തൊക്കെ എവിടെയൊക്കെ വെച്ചാൽ നല്ല ഭംഗിയുണ്ടാവും എന്നുള്ളത് നോക്കിയിട്ട്, അതുപോലെ നമുക്ക് അതിൻ്റെ വലുപ്പം എത്രത്തോളം സ്കെയിൽ ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നീക്കി വെക്കണമെങ്കിൽ നമുക്ക് മൂവ് ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഏത് ഭാഗത്താണോ വേണ്ടത് അവിടെ നമുക്ക് പ്ലേസ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമുക്ക് ട്രീസ് ഒക്കെ എന്ത് വേണം, കുറച്ച് വലിയ ട്രീസ് ആണ് കുറച്ചും കൂടി ഏരിയ കവർ ചെയ്യാൻ നല്ലത്. സോ അതുപോലത്തെ വലിയ ട്രീസ് ഏതെങ്കിലും നമുക്ക് ഫൈൻ ട്യൂൺഡ് ആയിട്ടുള്ള ഏതെങ്കിലും കിട്ടുവാണെങ്കിൽ അത് പ്ലേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് സെലക്ട് ചെയ്യാൻ കൂടെ കാണാൻ പറ്റും, പ്ലേസ് ചെയ്യാം. സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വലുപ്പം എത്രത്തോളം വേണമെന്നുള്ളത് സെറ്റ് ചെയ്ത് കൊടുക്കാം. സോ ഷാഡോ ഒക്കെ തനിയെ വർക്ക് ചെയ്യണം. സോ ടെക്സ്റ്റ് മോഡൽ പോരാ,
ഇത് നല്ല ഇത് ഒരെണ്ണം കൊള്ളാം. നമുക്കത് നല്ലൊരു പൊസിഷനിൽ പ്ലേസ് ചെയ്യാം. ഇവിടെ കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. അതിൻ്റെ വലുപ്പം കുറച്ച് ഏരിയ വലുതായി കൊടുക്കാം. സോ ഏരിയ അത്രയും കവർ ചെയ്തിട്ട് പ്ലേസ് ചെയ്യാം. ഇതിനകത്ത് ട്രീസ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നേച്ചറിലേക്ക് വരാം. ഇവിടെ നമുക്ക് ബ്രോഡനായിട്ടുള്ള ഏതെങ്കിലും നല്ല വലിയ ട്രീസ് ഏതെങ്കിലും നല്ല നോക്കി സെലക്ട് ചെയ്യണം. ഓക്കെ, ഇതൊക്കെ ഫ്രണ്ട് വശത്ത് കവർ ചെയ്യാവുന്ന ട്രീസാണ്. നമുക്ക് ഈ ഭാഗം കവർ ചെയ്യണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇവിടെ വേണം ഈ ഭാഗത്ത് നമുക്ക് കവർ ചെയ്തെടുക്കാം. നമുക്ക് സ്കെയിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഭാഗത്ത് ഫില്ല് ചെയ്തിട്ട് ഇടാം. റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം, മൂവ് ചെയ്യണമെങ്കിൽ മൂവ് ചെയ്യാം, പ്ലേസ് ചെയ്യാം നന്നായിട്ട്. ഓക്കെ, അത് വേറെ ഉണ്ട് ഇഷ്ടംപോലെ. നല്ലൊരു ട്രീ എടുത്തിട്ട് കൂടെ ഒരെണ്ണം കവർ ചെയ്യാം. അതിൻ്റെ വലുപ്പം നല്ല രീതിയിൽ വേണം, എന്നാൽ നമുക്കത് ഏരിയ അത്രയും കവർ ചെയ്യാൻ പറ്റുള്ളൂ. ഒറ്റയടിക്ക് സെലക്ട് ചെയ്ത് കൊടുത്ത് അല്ല ഇതുപോലെ വേണം. സോ ഇതിനകത്ത് കുറച്ച് വണ്ണോ ഇതുള്ള ട്രീസാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് ഏരിയ കവർ ചെയ്യാൻ വളരെ നല്ലതായിരിക്കും. എനിക്ക് ആ ടെക്സ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. സോ മൂവ് ചെയ്താൽ കുറച്ചുകൂടി ക്ലോസ് വ്യൂ വരുമ്പോൾ റെഡി ആവുന്നതായിരിക്കും. ഓക്കെ, അതിൻ്റെ വലുപ്പം പോരാ, വലിയ ട്രീസ് ആണ് വേണ്ടത്. അപ്പോൾ ബാക്ക് കവർ ആവില്ല. സോ ഇതനുസരിച്ച് ഞാൻ റിലീസ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ട്രീസ് ഉണ്ട്, അതിന് നമുക്ക് കുറച്ചും കൂടി വലുതായി കൊടുത്ത ഏരിയ കവർ ചെയ്തിട്ട് ഓക്കെ. ബാക്ക് സൈഡ് കാണാത്ത രീതിയിൽ നമുക്ക് ചെയ്യാം. ഇവിടെ ബാക്ക് സൈഡിൽ നമുക്ക് കുറച്ച് പ്ലേസ് ചെയ്യണം. അതിനുമ്പ് ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് ആദ്യം കവർ ചെയ്തെടുക്കാം. കൊടുക്കാം, അതിനെ സ്കെയിൽ ചെയ്ത് നമുക്ക് മാക്സിമൈസ് ചെയ്യാം. കവർ ചെയ്തിട്ട്, പക്ഷെ അത് വീടിനെ ബ്ലോക്ക് ആക്കുന്നുണ്ട്. സോ അത് കുറച്ച് ഇറക്കി വെച്ചേക്കാം. സോ ക്യാമറ ആംഗിളിൽ നിന്ന് ഡിസ്റ്റൻസിലേക്ക് പോകുന്നതുകൊണ്ടാണ് അത് കട്ടായി പോകുന്നത്, പേടിക്കേണ്ട. എനിക്കത് സുഖമില്ല. നല്ല ട്രീസ് ഒക്കെ നോക്കി സെലക്ട് ചെയ്തെടുക്കണം. ടേക്ക് ടൈം. ഓരോന്നോരോന്നായിട്ട് വെച്ച് നോക്കണം. എനിക്ക് ഇഷ്ടമായില്ല. ട്രീസ് ചെയ്യാം, ഓരോ വെച്ച് നോക്കാം. നല്ല ട്രീ ഉണ്ട്, നോക്കാം, സ്കെയിൽ ചെയ്തുകൂടാ. സോ അത് കൊള്ളാം, നല്ലത്. സോ ഏരിയ കവർ ചെയ്യാം. സോ ചെറുതായിട്ടുള്ള ട്രീസും ചെറുതായിട്ടൊക്കെ വെക്കാം. അപ്പോഴാണ് നമുക്കത് ഏരിയ കവർ ചെയ്യാൻ പറ്റുക. കൊടുത്ത് നോക്കാം, അതിൻ്റെ ട്രീസ് വലുതാക്കി കൊടുക്കാം. വേറെ കളർ പാറ്റേൺ ആണ്. ഓക്കെ, കുഴപ്പമില്ല. ഇനി നമുക്ക് ബാക്ക് സൈഡും കവർ ചെയ്യണം. അതുപോലെ ഇവിടെയും കുറച്ച് ട്രീസ് പ്ലേസ് ചെയ്യണം. ബാക്ക് സൈഡിലേക്ക് വരുന്ന രീതിയിൽ ഷാഡോ കിട്ടാനായിട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഇവിടെയും ട്രീസ് കൊടുക്കാം. അതിൻ്റെ വലുപ്പം നമുക്ക് വലുതാക്കി കൊടുക്കാം. പിന്നെ നമുക്ക് വ്യൂ ആംഗിൾ അധികം പെടാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കോപ്പി ഓൾട്ട് പിടിച്ചിട്ട് നമുക്ക് ഇവിടെ കോപ്പി എടുക്കാം. പിന്നെ വേറെ ട്രീസ് ഒക്കെ ഒരേപോലെ തന്നെ സെയിലൊക്കെ ഉണ്ടാകും. ഇതുപോലത്തെ ട്രീസ് ഒക്കെ സ്കെയിൽ ചെയ്ത് നമുക്ക് ഇവിടെ ബാക്ക് ആംഗിൾ കിട്ടുന്ന രീതിയിൽ. പിന്നെ ചെറിയ ട്രീസും അതുപോലത്തെ വെക്കണം, കാരണം എന്നാലും നമുക്ക് ഇവിടത്തേക്ക് ആംഗിൾ ഉപയോഗിക്കുന്നതാണ്. വരുവാണെങ്കിൽ പലതരത്തിലുള്ള ട്രീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് സെലക്ട് ചെയ്ത് ഇതുപോലെ അറേഞ്ച് ചെയ്താണ്ട് ഇതുപോലത്തെ ചെറിയ ചെറിയ ചെടികളുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് നമ്മുടെ വ്യൂ ആംഗിൾ കൊടുക്കുമ്പോൾ ഇതുപോലത്തെ ചെടികളായിരിക്കും കൂടുതൽ നല്ലത്. ഇവിടത്തേക്ക് വരുമ്പോൾ ചെറിയ ചെടികളും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാം, സ്കെയിൽ ചെയ്തിടാം. അപ്പോൾ അതിൻ്റെ ഷാഡോസ് ഒക്കെ നമുക്ക് അവിടെ കറക്റ്റായിട്ട് കിട്ടിക്കോളൂ. ക്ലോസ് ആംഗിളിൽ നമുക്ക് ഇവിടെ ഷാഡോ കിട്ടും. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതേ ട്രീസ് തന്നെ നമുക്ക് അപ്പുറത്ത് വേണം. സോ നമുക്കിത് ബുക്ക് വയ്ക്കാം. ഇതാണ് ട്രോപ്പിക്കൽ ഉപയോഗിക്കുവാണെങ്കിൽ നമുക്ക് ഇത്രയും കഷ്ടപ്പെട്ടില്ല. നമുക്ക് വെറുതെ പ്ലേസ് ചെയ്യുന്നത്. ഈ ട്രീസ് ഒക്കെ നമുക്ക് ഇവിടെ ബാക്കിലോട്ട് പ്ലേസ് ചെയ്യണം. സോ ഷിഫ്റ്റ് വെച്ചിട്ട് ചെയ്യാം. നമുക്ക് ഓൾട്ട് പിടിച്ച് എന്ത് ചെയ്യാം, ഒരു കോപ്പി എടുത്ത് ഇവിടെ പ്ലേസ് ചെയ്യാം. ബാക്ക് സൈഡ് അങ്ങനെ നീക്കി വെക്കാം. അങ്ങനെ ഓൾട്ട് പിടിച്ച് ഇങ്ങോട്ട് കോപ്പി എടുക്കാം.
ഒരു ഓൾട്ട് എടുത്ത് ഇങ്ങോട്ട് കോപ്പി എടുക്കാം, ഓൾട്ട് എടുത്ത് ബാക്കിലോട്ട് കോപ്പി എടുക്കാം, അപ്പുറത്തെ സൈഡിലോട്ട് വെക്കാം, ഒരു കോപ്പി എടുത്ത് അപ്പുറത്തേക്ക്, കുറച്ച് കോപ്പി എടുത്ത് ഇപ്പുറത്തോട്ട്. സോ ഒരേ മോഡലായിരിക്കും വരുന്നത്, പക്ഷെ കുഴപ്പമില്ല. ഓക്കെ, കുറെ ട്രേസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒറിജിനാലിറ്റി കൂടെ പ്ലേസ് ആയി കിട്ടി. ബ്യൂട്ടി ക്യാമറ ആംഗിൾ സെറ്റ് ചെയ്ത് നോക്കാം. ക്യാമറ ആംഗിളിലാണ് അടിപൊളിയായി. ഇനിയാണ് നമുക്ക് ഇതിൻ്റെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ക്ലോസ് ചെയ്ത് കൊടുക്കാം, കുറച്ച് വ്യൂ ആംഗിളൊക്കെ മാറ്റി പ്ലേസ് ചെയ്ത് സ്റ്റോർ ചെയ്ത് നോക്കാം. ഇനി ഇതിനെ ഒറിജിനാലിറ്റി ആക്കാനായിട്ട് നമുക്ക് ഇതിനകത്ത് എഫക്ട്സ് ഉണ്ട്, കസ്റ്റം സ്റ്റൈൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് റിയലിസ്റ്റിക് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇന്റീരിയർ, നൈറ്റ്, ഡേ ടൈം, അങ്ങനെ ഏത് വേണമെങ്കിൽ കൊടുക്കാം. റിയലിസ്റ്റിക് കൊടുക്കുകയാണെങ്കിൽ ഒറിജിനാലിറ്റി കയറാനുള്ള എല്ലാ മെത്തേഡ്സ് ഇതിനകത്ത് കയറി കഴിയും. കേട്ടോ, ഇതിനകത്ത് തന്നെ റിയൽ സ്കൈ ഉണ്ട്, ഷാർപ്നെസ്, എക്സ്പ്രഷൻ തുടങ്ങി എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് കൊടുക്കാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം.